സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ പിന്നെയും കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവെ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിന്നെയും വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. വൻ കാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നത്. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടണം. സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. വൻ കാര്യങ്ങൾ ചെയ്യണമപ്പ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് തരുന്നു. പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക ദൈവകൃപയുണ്ടാകണം. ഈ വീഡിയോ അനേകർക്ക് അനുഗ്രഹമായി തീരണം. യേശുമൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു അനുഭവം കൂടെ, വി വിറ്റ്നസിൽ ഒരു മിഷണറി എക്സ്പീരിയൻസ്. കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ട ജോർജ് പാസ്റ്റർ ജാർഖണ്ഡിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ജോർജ് പാസ്റ്റർ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ് പാസ്റ്റർ. സന്തോഷമുണ്ട് പാസ്റ്റർ നമുക്ക് വേണ്ടി ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ കടന്നു വന്നതിൽ. പാസ്റ്റർ വൈഫ് ചില നാളുകൾക്ക് മുമ്പ്, ചില മാസങ്ങൾക്ക് മുമ്പ് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. പാസ്റ്ററുടെ ജീവിതം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ നോർത്ത് ഇന്ത്യയിലെ ആ കർത്താവിൻ്റെ വേലയുമായിട്ടൊക്കെ ബന്ധത്തിലൊക്കെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചൊരു അനുഭവമാണ്. പ്രേക്ഷകരുടെ മുമ്പിൽ അത് എത്തിക്കണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് അത് സാധിച്ചു തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജാർഖണ്ഡിൽ ഏത് സ്ഥലത്താണ് പാസ്റ്ററെ? ജാർഖണ്ഡ് ഞാൻ റാഞ്ചി, ജാർഖണ്ഡ് കുട്ടി എന്ന ഡിസ്ട്രിക്റ്റ് ആണ്. ശരി, അവിടെ തന്നെയാണോ പാസ്റ്റർ? എത്ര വർഷമായി? ഞാൻ ജാർഖണ്ഡിൽ വന്നിട്ട് ബീഹാറായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പം 35 വർഷമായി. 90 വന്നതായി. ശരി, അന്നത് ബീഹാറായിരുന്നു. അന്ന് ബീഹാറായിരുന്നു. ഓക്കെ. 35 വർഷമായിട്ട് റാഞ്ചിക്ക് വേലയിൽ തന്നെ ആയിരിക്കുന്നു. കർത്താവിന്റെ വേലയിൽ തന്നെയായിരിക്കും. നാട്ടിലൊക്കെ എവിടെയാ? നാട്ടിൽ എൻ്റെ സ്ഥലം കോട്ടയം മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയം. ഓക്കെ. ഹൈറേഞ്ചിന്റെ കവാടം. അത് തന്നെ, അത് ഹൈറേഞ്ചിന്റെ കവാടം. ഞങ്ങൾ അവിടെ കഴിഞ്ഞപ്പോ ഞാൻ ഹൈറേഞ്ച് തുടങ്ങുവാണ്. ശരിക്കും എനിക്കത് ജാർഖണ്ഡ് ഇതുപോലെ മലകളുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതെ 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 അതെ. ജാർഖണ്ഡില് മലകളും താഴ്വരകളും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ് ജാർഖണ്ഡ്. വനങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. ഒരു ട്രൈബൽ സ്റ്റേറ്റ്. അതെ അതെ അതെ. ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ? അതെ 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 അതെ. ട്രൈബൽസിനായിട്ട് മാത്രമായിട്ട് മാറ്റപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയി ജാർഖണ്ഡും ഛത്തീസ്ഗഡൊക്കെ. അതെ. അതുപോലെ എനിക്ക് തോന്നുന്നു അവിടെ ഈ ഖനികൾ ഉണ്ടോ? ഉണ്ട്. ഇവിടെ കൽക്കരി ആണേലും യുറേനിയം, ചെമ്പ്, പിച്ചള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒത്തിരി ഖനനം ചെയ്യുന്ന ഒരു നാടാണ് ഈ ജാർഖണ്ഡ്. നമ്മൾ ടാറ്റയിലും കട്ട്സീലായാലും ഒക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതിന്റെയൊക്കെ മെയിൻ ഒത്തിരി സ്ഥലങ്ങളാണ്. ശരി, കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നമുക്ക് പാസ്റ്റർ അനുഭവങ്ങൾ കേൾക്കണം. എങ്ങനെയാണ് ജാർഖണ്ഡിൽ എത്തിയത്? ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ, വിശ്വാസത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലം, മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാം. പറയാമല്ലോ. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. ഞങ്ങള് മാതാവും പിതാവും, ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. ആദ്യമായിട്ട് വിശ്വാസി വരുന്ന എൻ്റെ പിതാവാണ്. അതിന് ശേഷം എൻ്റെ മാതാവ് വന്നു. അതിന് ശേഷമായിട്ടാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. ഞാൻ 1987 ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അതിന്റെ ശേഷം ഞാൻ ശാരൻ ബൈബിൾ കോളേജിൽ 88 പഠിച്ചു. അവിടെ നിന്നാണ് ഞാൻ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി നോർത്തിലേക്ക് വരുന്നത്. ശരി, ഒരു വർഷം തന്നെ. ഓക്കെ. വൈഫും കുഞ്ഞുങ്ങളും എല്ലാവരും ജാർഖണ്ഡിൽ അല്ലേ? അവിടെ തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ് എൻ്റെ 3 മക്കളാണ്. മൂത്ത മോൻ്റെ ജെറിമിയ ജോർജ്, അവനിപ്പം പഠിക്കുന്നത് കേരളത്തിൽ പഠിക്കുന്നു. രണ്ടാമത് മോളാണ്. അവൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലെ കോളാർ എന്ന സ്ഥലത്ത് BS നഴ്സിംഗ് 2ാം വർഷം. പിന്നെ ഇളയൊരു കുഞ്ഞുണ്ട്. അവൻ ജനിച്ചത് തന്നെ അവന് വേണ്ട ശുശ്രൂഷ ലഭിച്ചില്ല. അങ്ങനെ അവന്റെ ബ്രെയിൻ ഡാമേജ് ആയി. സെർബിയൽ പാൾസി എന്ന് പറഞ്ഞ അതിന് അഡിക്റ്റ് ആണ്. നടക്കുകയോ എടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ 14 വയസ്സുണ്ട് കുഞ്ഞിന്. എന്റെ വൈഫിന് അതിനെ എപ്പോഴും രായും പോലെ അവനെ നോക്കുന്ന ഒരു ശുശ്രൂഷയായി മാറി. എന്നാലും ഇതിന്റെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതിലെല്ലാം ഒരു സൈഡ് ഞങ്ങളാക്കി ഇതും കൊടുത്ത് അങ്ങനെ ദൈവത്തിന്റെ വേല ഈ ദേശത്ത് ഞങ്ങൾ ചെയ്യുകയാണ്.
ശരി. അപ്പോൾ പാസ്റ്റർക്ക് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഇനി ശരി, അത്യാവശ്യം ഉണ്ടെങ്കിലേ ശരി, ഇടയ്ക്ക് ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്യത്തുള്ളൂ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ആ ചെയ്യാം. ഓക്കെ, ശരി ശരി. ഞാൻ എന്നാല് ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിട്ട് ഞാൻ ദിവസത്തെ കാണുന്നു. പ്രത്യേകിച്ച് ഈ സതി ടി വിയില് എന്റെ വൈഫ് നേരത്തെ ഒരു പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതലേ എനിക്ക് മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു, ഈ ടി വിയിൽ വരണമെന്നും ഒരു സാക്ഷ്യം പറയണമെന്നൊക്കെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ആ ദിവസം ഇന്നായി ദൈവം മാറ്റിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ദൈവദാസൻ വിളിക്കുവാനും ഇന്ന് ഈ അവസരം തന്ന ഓർത്ത് ഞാൻ ദൈവദാസനും തന്റെ കുടുംബത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്റെ അനുഭവ ജീവിതം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേര് ജോർജ് കുട്ടി എന്നാണ്. ഞാന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ മുണ്ടക്കയമാണ് എന്റെ സ്ഥലം. ഞാൻ ചെറുപ്രായം മുതൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. എന്നാല് ചെറുപ്രായത്തിലെ ദൈവത്തിന്റെ വലിയ കൃപ എന്റെ മേളിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാന് CSI ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും തന്നെ ഞങ്ങളുടെ അടുത്തൊക്കെ വിശ്വാസി പെന്തക്കോസ്ത് ചർച്ചുകളുണ്ട്. അവിടുത്തെ ചെറിയ പ്രാർത്ഥന കൂടിവരവുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടത്തിലൊക്കെ ഞാൻ പോയിരിക്കുകയും എനിക്ക് ദൈവജനം കേൾക്കുന്നതും ദൈവത്തെ വചനം കേൾക്കുന്നതും ആരാധനയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കുടുംബമായിട്ട് ഏറ്റവും കൂടുതൽ, എന്റെ വീട്ടുകാരുമായിട്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു പാസ്റ്റർ KV ശാമുൽ പാസ്റ്റർ. അങ്ങനെ പാസ്റ്റർ ഇടയ്ക്കിടെ വീട്ടിൽ വരികയും എന്നെ തന്നെ പല സ്ഥലത്ത് തന്നെ കൂട്ടിക്കൊണ്ടുപോയും പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ എന്നെ സഹകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം എസ്റ്റേറ്റ് ഏരിയയാണ്, ചെന്നാപ്പാറ എന്ന് പറയും, മതമ്പായ്ക്ക് പോകുന്ന വഴിയിൽ. അവിടെ എസ്റ്റേറ്റിന്റെ അകത്ത് ഒരു ചെറിയൊരു കൂടിവരവുണ്ട്. അവിടെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ജോർജ് കുട്ടി ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയ്ക്കൊക്കെ പോയി അത്ര സമയം ഇരിക്കുക എന്നുള്ള എന്നെ സംബന്ധിച്ച് എനിക്കതല്ല അത്ര ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും ദേവദാസനെ ക്ഷണിക്കുകയും ഞാൻ അങ്ങനെ ദേവദാസനോട് ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ചെറിയ ഹോളാണ്, അതിൻ്റെ അകത്താണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. അങ്ങനെ ഒത്തിരി വിശ്വാസികളുണ്ട്. എല്ലാവരും പ്രാർത്ഥന ആരാധന നടന്നു. അങ്ങനെ ഒരു അന്യഭാഷയിലൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ പാസ്റ്റർ കൊണ്ട് നടുക്കാണ് ഇരുത്തിയത്. ആദ്യമൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. കാര്യം ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരു ആദ്യ അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്താണ് ഇവർ ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ഇരുന്നു. എന്നാൽ അതിന്റെ ശേഷമായിട്ട് ദൈവം എൻ്റെ മനസ്സിൽ ചിന്താതി ഉണ്ട്. ഈ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാന് ഏറ്റവും കോണിൽ പോയിരിക്കും. ഞാൻ പ്രാർത്ഥനയ്ക്ക് സഹകരിക്കും, പക്ഷെ ഇങ്ങനെയുള്ളതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാന് രാത്രിയിലെ പ്രാർത്ഥന വന്നപ്പോൾ ഞാൻ പോയൊരു ആ ഹോളിന്റെ മൂലയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥന സഹകരിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ ഒരു ദേവദാസിയായിരുന്നു അവിടെ വന്നത്. കേരളത്തിൽ ആ സമയം അറിയപ്പെടുന്ന ഒരു പ്രവാചികയായിരുന്നു, ലീലാമ്മ എന്നാണ് ആ ദേവദാസിയുടെ പേര്. ദേവദാസിലൂടെ എന്നോടൊരു വെളിപ്പാട് താൻ കണ്ടത് എന്നോട് പറയാനിടയിൽ തീർന്നു. എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നെക്കുറിച്ചൊരു വെളിപ്പാട് ദൈവാത്മാവിനെ ഇപ്പൊ കാണിച്ചു. നീ ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളും സഞ്ചരിക്കുന്നത്, നിന്റെ കരങ്ങളിൽ ഒരു ബൈബിളുണ്ട്. എന്നാൽ നിന്റെ തോളിൽ ഒരു ഭാരമേറിയ ഒരു ചുമടുണ്ട്. നീ സഞ്ചരിച്ച് നീ കർത്താവിന്റെ വേല ചെയ്യുന്ന ഞാൻ ദർശനത്തിൽ കണ്ടു. അതിന് ശേഷമായിട്ട് എനിക്കൊരു വചനം തന്ന ദേവദാസി, അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, നീ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷിയാവും എന്നുള്ള ആ വചനം എനിക്ക് നൽകി. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാര്യം എനിക്ക് ഒന്നായിട്ട് നേരത്തോടെ സംസാരിക്കാൻ ഞാൻ അധികം സംസാരിക്കുന്ന ഒരു ശൈലി എനിക്കില്ല. അധികം സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ എനിക്ക് ബൈബിൾ അറിയുമോ എനിക്കൊന്നുമില്ല. പക്ഷെങ്കിൽ എന്നിലൂടെ എങ്ങനെ ഈ കാര്യം നിറവേറും, ഇങ്ങനെ ഈ പറയുന്നതൊക്കെ സത്യമാണോ, ഞാൻ എന്റെ മനസ്സിൽ തന്നെ ഞാൻ ചിരിക്കുവാനിടയെ തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന സഭയെല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്ന്, ദേവാസനം അതുപോലുള്ള ചർച്ചകളിൽ എല്ലാവരും വന്ന് എന്നോട് പറഞ്ഞ്, കർത്താവ് ജോർജ് കുട്ടിയെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുവാണ്, ദൈവവേലയിൽ ജോർജ് കുട്ടി മുന്നേറണം. അങ്ങനെ ഈ ദേവദാസൻ എന്നെ കൂട്ടത്തിൽ കൊണ്ടുപോവുകയും എല്ലാ പ്രാർത്ഥന മീറ്റിങ്ങുകളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അങ്ങനെ എനിക്ക് സുവിശേഷ വേലയെക്കുറിച്ചുള്ള വലിയൊരു ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ ബില്ലിംഗരിയുടെ പുസ്തകവും അതുപോലെ തന്നെ സാധു സുന്ദർ സിംഗിന്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സുവിശേഷ വേലയോടെ എന്നെ അടുപ്പിക്കാനിടയെത്തുന്നു. അതിന് എനിക്ക് എൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ 10-17 വയസ്സ് പ്രായമുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ വേറെ ഒരു ചിന്തയില്ല. എനിക്ക് യേശുവിനോട് എപ്പോഴും യാത്ര ചെയ്യണം, കർത്താവിനോട് എപ്പോഴും സംസാരിക്കണം, ആത്മീയ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെയും എല്ലാം അങ്ങ് മാറ്റാനിടയെത്തും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദൈവാസനോട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എനിക്ക് 1988 തിരുവല്ലയിലുള്ള ഷാരോൺ ചർച്ചിൽ പഠിക്കാൻ ഒരു അവസരം ലഭിച്ചു, ബൈബിൾ കോളേജിൽ.
അങ്ങനെ ഞാൻ അവിടെ 1 വർഷം പഠിക്കുവാനിടയിൽ തീർന്നു. 1 വർഷം പഠിച്ചതിന് ശേഷമായിട്ട് വെക്കേഷന്റെ സമയത്ത് 3 മാസത്തെ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളെ ഡൽഹിയിലേക്ക് ടീം അയച്ചത്. 14 പേരിൽ ഒരു വ്യക്തി ഞാനായിരുന്നു. അങ്ങനെ ഞങ്ങള് ഡൽഹിയിൽ എത്തി. പോക്കറ്റ് ടെസ്റ്റ് ലീഗ് എന്ന് പറയുന്ന ഒരു ടീമിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അവിടെ നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ ടീമായിട്ട് പട്യാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അയച്ചത്. ഇവിടെ പഞ്ചാബിൽ പട്യാല ഞാൻ ചെന്ന് ഇങ്ങനെ അന്ന് എനിക്ക് ഹിന്ദിയൊന്നും അറിയില്ല. പുസ്തകങ്ങൾ വൈകളിൽ നിറച്ചിട്ട് വീടുകളോറും കീറിറങ്ങി പുസ്തകങ്ങൾ കൊടുക്കുകയും ലഹരി ട്രാക്സുകൾ വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു മിനിസ്റ്ററിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാനിങ്ങനെ ട്രാക്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എനിക്ക് ഹൃദയത്തിലേക്ക് പെട്ടെന്നൊരു ചിന്ത കടന്നു. ദൈവാത്മാനോട് പറഞ്ഞു, ആ ഉയർന്നു നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ നിന്ന് കയറാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഉയർന്ന ഒരു പൊക്കപ്പുറത്ത് കയറി ഇങ്ങനെ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ജനം ഇങ്ങനെ തടിച്ചുകൂടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു, ഇത്രയും ജനത്തിൽ എത്ര പേര് യേശുവിനെ അറിയുന്നുണ്ട്? ഞാൻ അവിടെ വെച്ച് ദൈവാത്മാനോട് പറഞ്ഞു, നീ ഈ നോർത്തിൽ തന്നെ നിന്ന് അല്ലെങ്കിൽ ഒരു ആത്മഭാരം എന്റെ ഹൃദയത്തിലുണ്ടായി. ഞാൻ ആ സമയം തീരുമാനിച്ചു, ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നില്ല, ഞാൻ നോർത്തിൽ തന്നെ കർത്താവിന്റെ പേരെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് ഞങ്ങളുടെ ടീം ലീഡറോട് പറഞ്ഞു, ടീം ലീഡർ ഓഫീസിൽ പറഞ്ഞു. അങ്ങനെ തുടർന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു അവസരം തന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളെ അവിടുന്ന് ഒരു ടീമായിട്ട് ഞങ്ങളെ മൊഹാലി എന്ന് പറയുന്ന സ്ഥലത്ത്, പട്യാലയ്ക്ക് അടുത്തുള്ള ചണ്ഡീഗഡിനടുത്തുള്ള മൊഹാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ ഷാരോൺ ചർച്ചിൽ ഷമുൽ എന്ന് പറഞ്ഞ പാസ്റ്ററിന്റെ കൂട്ടത്തിൽ ഞങ്ങളവിടെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു പനി ഉണ്ടായിട്ട് ആ പനിയും കൂടി ഭയങ്കര സീരിയസ് അവസ്ഥയിലേക്ക് വന്നു. അവിടെ നോക്കിയപ്പോൾ എനിക്ക് ബ്രെയിൻ മലേറിയയാണ്. പെട്ടെന്ന് അവരെന്നെ അവിടുന്ന് ഡൽഹിയിലേക്ക് അയച്ചു. ഡൽഹി വന്നപ്പോൾ അവിടെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് പിറ്റിയിൽ ടീമിലുണ്ടായിരുന്ന സഹോദരന്മാരൊക്കെ ഒത്തിരി നല്ല രീതിയിൽ നോക്കുകയും ശുശ്രൂഷയൊക്കെ ചെന്നാല് ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞ് രക്ഷപ്പെടാൻ പാടാണ്, ബ്രെയിനിൽ ബിമാരി രോഗം ഉണ്ടായിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും വേഗം തന്നെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ നാളുകളായിട്ട് വീടുമായിട്ട് എനിക്ക് സംസാരമോ സമ്പർക്കമോ ഒന്നും ഇല്ല. എൻ്റെ വീട്ടുകാരും വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ വളരെ രോഗിയായിട്ട് എന്നെയും കൊണ്ട് ഒരു സഹോദരനെ കൂട്ടി അയച്ചു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ തല മാത്രമാണ്, ശരീരമെല്ലാം വളരെ സൂക്ഷിച്ച്, എൻ്റെ ബുദ്ധിയെല്ലാം മരച്ച്, എനിക്ക് ബുദ്ധിയൊന്നുമില്ല ആ സമയത്ത്. ഞാൻ എന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത് എനിക്കറിയില്ല. ബ്രെയിനിൽ മലേറിയ ആയിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ സഹോദരങ്ങളും എന്നെ കണ്ട് വളരെ വാവിട്ട് കരഞ്ഞ് നിലവിളിച്ചു. എന്നാൽ എൻ്റെ ഹൃദയത്തിനുള്ളിൽ വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറാതെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തുമെന്നുള്ള പൂർണ്ണ ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഇനി നീ എനിക്കൊരു ആയുസ്സുമായിരിക്കും തരുന്നെങ്കിൽ ഞാൻ തിരിച്ച് നോർത്തിൽ പോകും, നിന്റെ വേല ഞാൻ ചെയ്യും. ഇനി എൻ്റെ ആഗ്രഹം ഒന്നാണ്, ദൈവവചനം എത്താത്ത സ്ഥലങ്ങളിലേക്ക് കർത്താവെ നീ എന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ എൻ്റെ അസുഖത്തെ കുറിച്ചോ എനിക്ക് മരണഭീതി ഒന്നും എന്നെ വരിച്ചില്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ മാത്രമാണ് പ്രാർത്ഥിച്ചത്, കർത്താവെ എനിക്കൊരു അവസരം തരണമേ, എന്നെ ദൈവവചനം എത്താത്ത ജനത്തിന്റെ മധ്യത്തിലേക്ക് എന്നെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന്റെ സ്ഥിതികളൊക്കെ മാറി. ഡോക്ടർ എന്നെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞ് 6 മാസം ബെഡ് റെസ്റ്റ് എടുക്കണം, എങ്കിൽ മാത്രമേ ശരീരത്തിന്റെ അവസ്ഥകളൊക്കെ മാറുള്ളൂ. അങ്ങനെ ഞാനായിരിക്കുന്ന സമയത്ത് ദിവസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിനൊക്കെ ഒത്തിരി അസുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒറ്റ ചിന്തയാണ്, എനിക്ക് തിരിച്ച് നോർത്തിലേക്ക് പോകണം. എനിക്കറിയാം, ഞാൻ ഈ വിഷയങ്ങൾ എൻ്റെ വീട്ടിൽ പറഞ്ഞാലോ എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞാലോ ചർച്ചയിൽ പറഞ്ഞാലോ നിൽക്കുകയെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ മരണകരമായ അവസ്ഥയിലാണ് തിരിച്ചു വന്നത്. എനിക്ക് ഒത്തിരി ഭാരം മനസ്സിലുണ്ടായി, എങ്ങനെ പോകും, എനിക്ക് പോകേണ്ടത് ആവശ്യമാണ്, എനിക്ക് കർത്താവിന്റെ വേല ദൈവജനത്താ സ്ഥലങ്ങളിൽ പോയി അറിയിക്കണം. അതിന്റെ ഹൃദയം ഭയങ്കര വാഞ്ചയായി. ഞങ്ങളുടെ അടുത്ത് മണിമലാർ എന്ന് പറഞ്ഞ ആറ് ഞങ്ങളുടെ അടുത്ത് ഒഴുകുന്നത്, ഞാൻ രാത്രിയിലൊക്കെയും പോയി ആറ്റിന്റെ സൈഡിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. തന്നെ ഇരുന്ന്, കർത്താവേ, എന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഈ ജീവിതം, ഈ തന്നിരിക്കുന്ന ആയുസ് ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന അങ്ങയുടെ വേല ചെയ്യണം. എനിക്ക് പരിമിതികളുണ്ട് കർത്താവ്, എനിക്ക് വേണ്ടി വഴിവാതിലുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുതുപ്പള്ളിയിലുള്ള ഒരു സഹോദരൻ, ആ സഹോദരൻ ഞാനിപ്പോ പ്രവർത്തിക്കുന്ന ഈ കാൽവറി ഹോസ്പിറ്റൽ മിനിസ്ട്രി എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമില് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൈവാസനിലൂടെ ആ സഹോദരനെ കുറിച്ച് എനിക്ക് അറിവ് കിട്ടി. ഞാൻ ആ സഹോദരനെ കാണാൻ ആ സഹോദരന്റെ വീട്ടിൽ ചെന്ന്, ജോസ് എന്നാണ് പേര്, ഞാനോട് പറഞ്ഞ്, ബ്രദർ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാ, പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള മിനിസ്ട്രിയാണ്, കാര്യം ഗ്രാമങ്ങളൊക്കെ കടന്നു പോകണം, അനേക ഭാഷ സംസാരിക്കുന്ന ആൾക്കാരിടയ്ക്ക് പ്രവർത്തിക്കണം, അതുപോലെ ഭക്ഷണ കാര്യങ്ങളൊന്നും നമുക്കവിടെ കിട്ടത്തില്ല, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കണം, രോഗങ്ങളൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ്. ബ്രദർ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഇപ്പൊ ഞാൻ ഒരാഴ്ച കൊണ്ട് തിരിച്ചു പോകും, എന്റെ കൂട്ടത്തിൽ വരുവാണ്, നമുക്ക് ഒന്നിച്ചു പോകാം. അല്ലെങ്കിൽ ദേവദാസന്
തന്നെ വരേണ്ടി വരും എന്നൊക്കെ എന്നോട് സംസാരിച്ചു. പക്ഷെ എൻ്റെ ആ സമയത്ത് എൻ്റെ പൈസ ഇല്ല, എൻ്റെ വസ്ത്രങ്ങളില്ല, എനിക്കൊരു ബാഗില്ല. കാര്യം ഞാൻ രോഗിയായിരുന്ന സമയത്ത് എല്ലാം തന്നെ പഞ്ചാബിൽ എൻ്റെ ബാഗും എൻ്റെ പുസ്തകങ്ങളും എൻ്റെ വസ്ത്രമെല്ലാം അവിടെ ഉപേക്ഷിച്ചാണ് ഞാൻ തിരിച്ചു പോയത്, നാട്ടിലേക്ക് പോയത്. ഒന്നുമില്ലാത്തനാ വരുന്നത്. തിരിച്ചു ഇനി പോകണമെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ടാകണം. പക്ഷെ എന്നെ സഹായിക്കുവാൻ, എന്നെ നോർത്തിലേക്ക് വിടുവാനോ ചർച്ചുകാരോ പാസ്റ്ററോ ഒന്നും താല്പര്യപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അടുത്തുള്ള 1-2 വീടുകളിലൊക്കെ പോയി വലിയ പാൻസ് ഒക്കെ മേടിച്ചോണ്ട് ചെറുതായിട്ട് വീട്ടിൽ തയ്പ്പിച്ചു. അടുത്ത് ഞങ്ങളുടെ വീടിനടുത്തൊരു എൻ്റെ ഒരു അയൽവക്കത്തൊരു വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർക്ക് മണൽ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഞങ്ങളുടെ അടുത്താണ് നദി, അവിടെ പോയി മണലൊക്കെ കുറേയൊക്കെ വാരി, എനിക്ക് ശരീരത്തിന് അത്ര സുഖമുള്ള സാഹചര്യത്തിലല്ല എങ്കിലും മണലൊക്കെ വാരി കുറച്ചൊക്കെ പൈസ എൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടുകാരോടൊന്നും അനുവാദം ചോദിച്ചില്ല. ഞാൻ നേരെ കോട്ടയം സ്റ്റേഷനിൽ പോയി റാഞ്ചിക്കുള്ള ടിക്കറ്റ് എടുത്ത്. എനിക്ക് ടിക്കറ്റ്, നേരിട്ട് ടിക്കറ്റ് എനിക്ക് റിസർവേഷനിൽ കിട്ടിയില്ല. എനിക്ക് മദ്രാസ് വരെ റിസർവേഷൻ കിട്ടിയാൽ അങ്ങോട്ടുള്ള ടിക്കറ്റ് റിസർവേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്ത് തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ദൈവാത്മാവ് വളരെ ശക്തിയോടെ എന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് നോർത്തിലേക്ക് പോകണം, ഇന്ന സ്ഥലത്ത് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. പിതാവ് ഒട്ടും സമ്മതിച്ചില്ല, എൻ്റെ മാതാവ് ഒട്ടും സമ്മതിച്ചില്ല. സഹോദരങ്ങളെല്ലാം പറഞ്ഞു, നീ പോയാൽ ബീഹാറൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്, നീ പോയാൽ നിന്നെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയില്ല. അതുകൊണ്ട് നീ ഇവിടെ പ്രവർത്തി പഠിക്കും, മുന്നോട്ട് ബൈബിൾ കോളേജിൽ പോയി, എന്നിട്ട് ഇവിടെ ഒരു പാസ്റ്ററായിട്ട് ദൈവവേല ചെയ്യും, ഇവിടെ നമ്മുടെ പാസ്റ്ററുടെ കൂടെ ഒന്ന് ചെയ്യാനൊക്കെ പറഞ്ഞു. എങ്കിലും എൻ്റെ ഹൃദയത്തിനുള്ളിൽ അതല്ല, എൻ്റെ ഹൃദയത്തിനുള്ളിലുള്ളത് ദൈവവചനം എത്താത്ത സ്ഥലത്തേക്ക് കടന്നു പോകണം, കർത്താവിന്റെ വചനം അറിയിക്കണം, അതെന്ത് വില കൊടുത്താണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വലിയൊരു വാഞ്ച ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി. പക്ഷെ വീട്ടുകാർ ആദ്യം സമ്മതിച്ചില്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ പിതാവിനോട് പറഞ്ഞ്, കർത്താവിന്റെ വാഗ്ദത്തമാണത്, ദൈവത്തോട് ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് പാലിക്കണം, എനിക്ക് തിരിച്ചു പോകണം. ലാസ്റ്റ് പിതാവ് സമ്മതിച്ചു. അങ്ങനെ പാസ്റ്റർമാരോടെല്ലാം പറഞ്ഞ് ഞാൻ പോകുന്നതിന്റെ തലേദിവസം എല്ലാവരും വീട്ടിൽ വന്നു. എനിക്ക് വേണ്ടി പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വരാനെ യാത്ര അയക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. എന്നോട് ചോദിച്ചു, നീ തനിച്ചെങ്ങനെ പോകുന്നു, എന്നോട് ആരും ഇല്ലല്ലോ, നീ എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, എന്നോട് ഒരാളുണ്ട്, അപ്പുറത്തുനിന്ന് കയറിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ അത്ര വിശ്വാസമാണ്. എന്നാലും എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ ചെന്നിറങ്ങിയാലും ദൈവം എന്നെ ജീവനോടെ എവിടെ എത്തിക്കുന്നു അവിടെ ഞാൻ കർത്താവിന്റെ വേല ചെയ്യും, ഞാൻ ദൈവത്തിന് വേണ്ടി മരിക്കാൻ ഒരുക്കമാണ്. അങ്ങനെ ഒരു മനസ്സും ഒരു ആത്മഭാരവും ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി. അങ്ങനെ അങ്ങനെ അവരെന്നെ ട്രെയിനിൽ കയറ്റി. അങ്ങനെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനതിലും വളരെ സ്കെൽറ്റും, എന്നെ കണ്ട എൻ്റെ വയസ്സിനേക്കാളും പ്രായം കുറവായിട്ട് കാണിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, നീ എന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകണമെന്നൊക്കെ ചോദിച്ചു. കാര്യം ഞാൻ തന്നെ ഒരു ചെറിയൊരു ബാഗും പിടിച്ചൊരു പയ്യനിങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും ചിന്തയായി. എന്നോട് ചോദിച്ചു, നീ എന്നെ ഒളിച്ചോടി പോകണം. പക്ഷെ പലരും ഇങ്ങനെ ചോദിച്ചു, അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ തോക്കിലോട്ട് പോയി. അങ്ങനെ ഞാനും മദ്രാസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ചിന്തിച്ചതിലൊക്കെ അപ്പുറമായ വ്യത്യസ്തമായ ചുറ്റുപാട് സാഹചര്യങ്ങളാണ്. അവിടെ ചെന്നിറങ്ങിയപ്പം എനിക്ക് എങ്ങോട്ട് പോകണം, എവിടെ ചെന്ന് കയറണം, ഏത് ട്രെയിനിൽ കയറണം ഒന്നും അറിയത്തില്ല. ഞാൻ ആകപ്പാടെ ചിന്താകുലനായി. അങ്ങനെ ഞാന് രാവിലെ സമയമായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ബാഗൊക്കെ ഒരു ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴ് ഈ ചേട്ടൻ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ എന്നെ കണ്ടിട്ടുമില്ല, എന്നോട് ഒരു പരിചയമില്ല, നീ എന്തുകൊണ്ട് എൻ്റെ ബാഗൊക്കെ ഏൽപ്പിച്ചിട്ട് നീ ബാത്റൂമിൽ പോയ, നിനക്ക് ഇത്രമാത്രം ബുദ്ധിയില്ലാത്തവനാണെന്നൊക്കെ എന്നെ വഴക്ക് പറഞ്ഞു ആദ്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോവാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നപോലെ റാഞ്ചിക്ക് പോവാണ്. എന്നോട് ചോദിച്ചു, റാഞ്ചിക്ക് നിനക്ക് പോകാനുള്ള വഴി അറിയാവോ? ഞാൻ പറഞ്ഞു, റാഞ്ചി എന്നുള്ള സ്ഥലം അറിയാം, വഴി എനിക്കറിയില്ല, ഇങ്ങനെ ട്രെയിനിൽ കയറി പോകണം എന്നുള്ള മാത്രം എനിക്കറിയാം. എന്നോട് പറഞ്ഞ്, റാഞ്ചിൽ എത്തണമെങ്കിൽ ഭയങ്കര പാടാ, നീ വന്നത് വളരെ മോശമാണല്ലോ കാണിച്ചത്, തന്നെ റാഞ്ചിൽ അങ്ങനെ എത്താറൊക്കത്തില്ല, ഇവിടുന്ന് നേരിട്ട് ട്രെയിൻ അന്നേരം ഇല്ല, 3 ട്രെയിൻ കയറിയാൽ റാഞ്ചിൽ എത്തത്തുള്ളൂ. അന്നൊരു ബോഗി ഇങ്ങനെ കടുപ്പിച്ച് വിടത്തേ ഉള്ളൂ, ആ ബോഗി നമ്മൾ കയറിയാൽ കറക്റ്റായിട്ട് എത്തും, അല്ലെങ്കിൽ അറിയാവുന്നവർക്ക് മാത്രം അങ്ങനെ കയറി പോകാനൊക്കത്തുള്ളൂ. എന്നോട് പറഞ്ഞ്, എന്താണല്ലോ, ഇതൊരു പട്ടാളക്കാരനായിരുന്നു, ശശി എന്നാ പേര്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. എന്നോട് പറഞ്ഞ്, ഞാൻ റാഞ്ചിക്ക് പോവാണ്, കുഴപ്പമില്ല, ഞാൻ നിന്നെ അവിടെ എത്തിക്കാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതോ, ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞാണ് എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന്, കർത്താവ് അതുപോലെ എൻ്റെ ജീവിതത്തിൽ ചെയ്തെന്നുള്ളതാണ് അവിടെ വെച്ച്. അങ്ങനെ എന്നെ സഹോദരൻ ആ ചേട്ടനും ഒരു തമിഴ് സഹോദരനും ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒന്നിച്ച് യാത്ര ചെയ്ത് എന്നിട്ട് ഈ പോകുന്ന സമയത്ത് എൻ്റെ ഈ പൈസ ഒക്കെ വളരെ പരിമിതിയാണ്. പക്ഷെ ഇവരെനിക്ക് ഭക്ഷണമെല്ലാം തന്ന് സ്വന്തം ഒരു കുഞ്ഞനിയനെ പോലെ എന്നെ നോക്കി. അങ്ങനെ ഞാൻ റാഞ്ചിലെത്തി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തെ എനിക്കറിയത്തില്ല അങ്ങോട്ട് പോകണത് എന്താണെന്ന്, ഭാഷയൊന്നും അറിയില്ല. അന്നേരം ഞാൻ എന്നോട് അഡ്രസ്സ് ചോദിച്ചു, ഞാൻ അഡ്രസ്സ് പറഞ്ഞു. അന്നേരം ഒരു സൈക്കിൾ റിക്ഷക്കാരനെ വിളിച്ചിട്ട് എന്നെ ആ സൈക്കിൾ റിക്ഷയിൽ ഇരുത്തി എന്നോട് പറഞ്ഞു, ഇന്നടുത്ത് കൊണ്ടിറക്കണമെന്ന് പറഞ്ഞ് പുള്ളി തന്നെ ആ ചേട്ടൻ തന്നെ പൈസയും കൊടുത്തു. പക്ഷെ ഈ സൈക്കിൾ റിക്ഷക്കാരന് മനസ്സിലായി എനിക്ക് ഭാഷ അറിയത്തില്ല. താൻ പെട്ടെന്ന് തന്നെ
കുറച്ചുകൂടെ തിരിച്ചു കൊണ്ടു എന്നിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല, അവിടെ റോഡ് ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് ഈ പൈസ ആയിട്ട് അവനെ കടന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചിന്താകുലനായിട്ടുണ്ട്, ആരോട് പറയും, എന്ത് സംസാരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ സൈക്കിൾ റിക്ഷാക്കാരനെ കണ്ട്. അവൻ ചില എഴുത്തും വായനയൊക്കെ അറിയാമെന്നാണ്. ഞാൻ അവന്റെ ഈ അഡ്രസ്സ് കൊടുത്തിട്ട് എനിക്ക് ഇന്ന സ്ഥലത്തൊന്ന് പോകണം. അവൻ ആ സ്ഥലമെല്ലാം അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് തന്നെ ആ കോമ്പൗണ്ടിൽ ദയാൽ കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്, ബഹോജാർ ദയാൽ കോമ്പൗണ്ട്, അവിടെ എന്നെ കൊണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ അവിടെ അന്ന് ടീമിലുണ്ടായിരുന്ന ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു, ഫിലിപ്പ് ജോൺ എന്നാണ് പേര്. ആ സഹോദരനെ ഞാൻ കാണുവാനും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ചേർന്നു. അങ്ങനെ അവിടെ ചെന്ന് ചേർന്നതിന് ശേഷമായിട്ട് പിന്നെ ടീമിന്റെ പ്രവർത്തനത്തിലേക്ക് ദൈവം എന്നെ അയക്കാനിടയിൽ തീർന്നു. വളരെ ഞാൻ ചിന്തിച്ചതിൽ ഞാൻ വിചാരിച്ചതിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായ അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. കാര്യം അവിടെ ചെന്നതിന് ശേഷമായിട്ട് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു ടീമായിട്ട് തന്നെ വളരെ 100-150 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ഞങ്ങൾ ടീമായിട്ട് പോവുകയാണ്. എനിക്ക് എൻ്റെ കൂടെ മലയാളികളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. എനിക്കൊരു ഭയങ്കരമായിട്ട് മനസ്സിന് ഒരു പേടിയും ടെൻഷനും ഒക്കെ ആയി. കാര്യം സിറ്റുവേഷൻ എല്ലാം കണ്ട വ്യത്യസ്തമാണ് എല്ലാം. അങ്ങനെ ആ ഗ്രാമത്തിൽ പോയി ഞാൻ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ചോദിക്കാൻ അറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. എല്ലാ ആക്ഷനിലൂടെയാണ് കാര്യങ്ങൾ. കുറെയൊക്കെ ഭയങ്കര കഠിന ചൂടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മുഖമെല്ലാം അങ്ങ് വിളറി, എൻ്റെ കിറിയെല്ലാം അങ്ങ് പൊട്ടി. വല്ലാതെ ഞാൻ ഒന്നാമത് ശരീരമായ അസ്വസ്ഥതയായിരുന്നു, വളരെ വീക്കായിരിക്കുന്നു. അങ്ങനെ കണ്ടപ്പോഴെന്നെ പിന്നെ അവർ തിരിച്ച് ഓഫീസിലേക്ക് അയച്ച്. അന്നേരം ഞങ്ങളുടെ ഓഫീസിൽ ജോയിച്ചാനും അമ്മാമയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്നെ ഒത്തിരി ശുശ്രൂഷിച്ചു. ഞാൻ കുറച്ചും കൂടെ ഭേദമായി. അങ്ങനെ ടീം ജീവിതമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പിന്നെ ഞങ്ങൾ അയക്കുകയാണ്. ബീഹാറില് ഗേ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് ഞങ്ങളെ അയക്കുന്നത് മെയ് മാസമാണ്. മെയ് മാസം ഗേയിലൊക്കെ ചൂട് എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഏറ്റവും ചൂട് കൂടിയ ഒരു സ്ഥലമാണ് ഗേ. അവിടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. പക്ഷേ കർത്താവിന്റെ പേരുടെ ബന്ധത്തിൽ എന്നെ ദേശത്തേക്ക് അവർ അയച്ചു. ഞാൻ അവിടെ ചെന്നു, കുറച്ചാളൊക്കെ ടീമിൽ ഇങ്ങനെ പ്രവർത്തിച്ചു. പെട്ടെന്ന് എനിക്ക് ഒഴിച്ചിലും സ്ഥലത്തിലും ഉണ്ടായി. അങ്ങനെ ഒത്തിരി പേര് അവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യം കൊണ്ട്. ആ അസുഖം എനിക്കും പിടിപെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താമസിക്കുന്നത് ഞങ്ങൾ ഒരു പഴയ ഒരു ബിൽഡിംഗ്, ഒരു ഫാക്ടറിയുടെ ബിൽഡിംഗ് ആണ്. അതിന്റെ മുകളിലത്തെ റൂമിലാണ്. അതിന് വാതിലോ അതിനങ്ങനെയുള്ള കറണ്ടോ ലൈറ്റൊന്നും ഇല്ല. ഞങ്ങൾക്ക് സൗകര്യമൊന്നും കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഈ സഹോദരന്മാർക്ക് അന്ന് രാത്രി ഫിലിം ഷോ കാണിക്കേണ്ടതായിട്ടുണ്ട്. അവരെല്ലാവരും പോയി എന്നെ അവിടെ ആക്കിയിട്ട് പാസ്റ്ററിന്റെ ഭാര്യ കുറച്ചപ്പുറത്ത് മാറി ചെറിയൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സഹോദരി ഏതെങ്കിലും വന്ന് എനിക്ക് വല്ല ഭക്ഷണമൊക്കെ കൊണ്ടുത്തരും. അങ്ങനെയായിരുന്നു. അങ്ങനെ രാത്രി സമയമായപ്പോൾ എനിക്ക് ഒഴിച്ചിലും ഛർദിലും കണ്ടമാനം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബാത്റൂമിൽ പോകാൻ താഴെ ഇറങ്ങി വരണമായിരുന്നു. അങ്ങനെ 1-2 പ്രാവശ്യം മരുവും പോവുകയും ചെയ്ത് ലാസ്റ്റ് ഞാൻ വന്നപ്പോൾ എനിക്ക് എൻ്റെ ബോധം പോയി, തല ഇറങ്ങി. ഞാൻ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നടയിൽ കൂടി ഉരുണ്ട് താഴെ വന്ന് വീണ് കിടന്നു. പെട്ടെന്ന് അവിടെ ഒരു വാച്ച്മാനാണ് എന്നെ തൻ്റെ കട്ടിലെ കൊണ്ട് കിടത്തി. എനിക്ക് ആ സമയം വെള്ളമൊക്കെ തന്ന് എന്നെ ശുശ്രൂഷിച്ച് നേരം വെളുത്തൊരു 10-12 മണിയായപ്പോഴത്തന്നെ സഹോദരന്മാര് തിരിച്ച് ഫിലിം ഷോ കാണിക്കാപ്പടുത്തു തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് നോക്കിയപ്പോൾ എൻ്റെ ഇവിടെ മാത്രം അല്പം അനക്കമുള്ളൂ, ശരീരമൊക്കെ അങ്ങ് നിശ്ചലമായി തീർന്നു. പെട്ടെന്ന് അവര് എന്നെ എടുത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് സൗകര്യമൊന്നുമില്ലാത്തൊരു ഹോസ്പിറ്റലാണ്. ഒരു ആസ്പെറ്റോസ് മേഞ്ഞൊരു ഒരു ചെറിയ റൂമായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എനിക്ക് മരുന്നൊക്കെ തന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ കയറ്റി, അതുപോലെ സലൈനൊക്കെ കയറ്റി. ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് പരവേശവും ദാഹവും വന്നിട്ട് എൻ്റെ തൊണ്ട പൊട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം. എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി. ഞാൻ ആ ബാത്റൂമിൽ ചെന്നപ്പം ഭയങ്കര മോശപ്പെട്ട ബാത്റൂമാണ്. അവിടുത്തെ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഇരുമ്പിന്റെ അംശമുള്ളതുകൊണ്ട് കലം കിളക്കുന്ന വെള്ളമാണ്. പക്ഷെങ്കിൽ എൻ്റെ ദാഹം കൊണ്ട് ഞാൻ ആ വെള്ളമൊക്കെ കുറേയേറെ കുടിച്ചിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, സഹോദരന്മാർക്ക് റൂമിൽ ചൂടുള്ളപ്പോൾ എന്നെ ശുശ്രൂഷിച്ചാണ്. ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെന്നോട് വളരെയായിട്ട് കോപിക്കാണ്ട് ശ്രദ്ധിക്കാനിടയാകരുതേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഏതായാലും വെള്ളം കുടിച്ച് കുറച്ച് എനിക്കൊരു ആശ്വാസം ഉണ്ടായി. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേന് അവിടുന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അതിന്റെ ശേഷമായിട്ട് അന്ന് രാത്രി സഹോദരന്മാർക്ക് ഫിലിം ഷോ ഉണ്ടായിരുന്നത് കാണിക്കാനായിട്ട് അവർക്ക് പോകേണ്ട വന്നു. എന്നെ അവിടെ ആക്കിയിട്ട് ഞാൻ രാത്രി അവിടെ ആയിരിക്കും. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഭാരവും സങ്കടവും പ്രയാസവും എല്ലാം നിറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ പോകണം. എൻ്റെ അമ്മയും മാതാവിനെയും എൻ്റെ സഹോദരങ്ങളെയും ഒക്കെ കാണണം. ദൈവമേ, നീ എനിക്ക് ഒരു ജീവിതം കൂടെ തരണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. തിരിച്ചു പോകണം, എല്ലാവരെയും കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ ആ റൂമിന്റെ മുകളിൽ, ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ആരുമില്ല. അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമുള്ളതാണ്. അതൊന്നും എനിക്ക് അത്ര ഒന്നും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം എൻ്റെ കാതുകളിലേക്ക് വന്നു. മോനെ, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനം നൽകി, നീ എനിക്ക് വേണ്ടി എന്ത് നൽകും? ആ ശബ്ദം എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റി. ആമേൻ. ഞാൻ ആ സമയത്ത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതം ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ വചനം, അങ്ങയുടെ വേല ഞാൻ ചെയ്യും. മരിച്ചാലും ജീവിച്ചാലും കർത്താവെ, ഞാൻ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കാനിടയെത്തുന്നു. സമർപ്പണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭയങ്കര വഴിത്തിരിവിലേക്ക് ദൈവം എന്നെ മാറ്റി. എൻ്റെ കഴിവുകൾക്ക്, എൻ്റെ ചിന്തകൾക്ക് അപ്പുറമായി ദൈവകൃപ ആ സമയം തന്നെ വ്യാപരിക്കാൻ ഇടയെത്തുന്നു. അതിന് ശേഷമായിട്ട് കർത്താവ് വളരെ ശക്തിയോടെ ജാർഖണ്ഡിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒറീസയുടെ പല ഭാഗങ്ങളിലും ഈ ടീമിന്റെ മിനിസ്ട്രി ചെയ്യാൻ ദൈവം ഇടയാക്കി. ഇന്ന് എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ച് കൂടുതലും ദൈവസ്നേഹം എൻ്റെ ഹൃദയത്തിൽ പാറപ്പെട്ടു. ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആത്മഭാരം എന്നിൽ ഉണ്ടായി. അതിന് ശേഷമായിട്ട് ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്, ഞങ്ങള് തിരിച്ചവിടുന്ന് മടങ്ങി ജാർഖണ്ഡിലേക്ക് വന്നു. ബീഹാറിലേക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ എന്നൊക്കെ പറയുന്ന അന്ന് ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ഇവിടെ റോഡോ അവനെ ലൈറ്റോ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളുമില്ല. ഒത്തിരി ഗ്രാമങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വനാന്തരങ്ങളാണ്. വഴികളോ അങ്ങനെയുള്ള ഒന്നുമില്ല. എന്നാല് ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി വളരെ ശക്തിയോടെ. കാര്യം പിന്നെ എനിക്ക് കർത്താവിന്റെ ജോലി ചെയ്യാൻ ഭയങ്കര സന്തോഷവും ആനന്ദമാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. എത്രമാത്രം സുവിശേഷം അറിയിക്കുന്നു, എത്രമാത്രം ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടുന്നു, അത്രയും ഞാൻ സന്തോഷിക്കുകയാണ്. രാത്രിയും ദിവസങ്ങളൊന്നും അറിയുന്നില്ല. കാര്യം ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഉള്ളിലോട്ട് കയറിയാല് പിന്നെ 3 മാസമോ കഴിയുമ്പോഴാണ് വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ ഗ്രാമങ്ങളുള്ളിൽ ഞങ്ങൾ കടന്നു പോയാലും ഞങ്ങൾ ഒരു അന്നൊക്കെ പറയുമെല്ലാം ചേരുന്ന ഒരു ചെറിയ ചെറിയ ബജാറുകളുണ്ട്. അതിനകത്ത് ഞങ്ങൾ പല സമയങ്ങൾ ആ ബജാറുകളിൽ പോയി പ്രസംഗിക്കും. രാവിലെ ഞങ്ങൾ 12 മണിക്ക് അവിടെ ചെന്ന് 4 മണി വരെ ആ ബജാറിൽ നിന്ന് പാട്ടുകൾ പാടുകയും ദൈവവചനം പറയുകയും ടാക്സുകൾ കൊടുക്കുകയും പേഴ്സണലായിട്ട് ജനത്തോട് സുവിശേഷം പറയാം, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങളുടെ എല്ലാ ഭാഷകളും അറിയാവുന്ന സഹോദരന്മാരുണ്ടായിരുന്നുണ്ട്. പാടാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ളവരുണ്ടായിരുന്നു. ഞങ്ങൾ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഏതൊരു ഗ്രാമം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പറയും, ഇന്ന് രാത്രി ഞങ്ങൾ ഫിലിം ഷോ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള പെട്രോൾ നിങ്ങൾ ഒരുക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം തരണം എന്ന് പറയും. അങ്ങനെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരും. ഞങ്ങളെ രാത്രിയാകുമ്പോൾ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങൾ ഉൾഗ്രാമങ്ങളിലേക്ക് പിന്നെയും കടന്നു പോകും ഫിലിം ഷോ കാണിക്കാനിടയെത്തി. ഈ ഫിലിം ഷോ കാണിക്കുന്ന പറയുമ്പം ഒരു വലിയൊരു ക്രൂസൈഡ് പോലെയാണ് ആ സമയത്ത്. കാര്യം ഞങ്ങൾ അവിടെ നിൽക്കുന്ന ബജാറിൽ തന്നെ ഞങ്ങൾ അനൗൺസ്മെന്റ്, ഇന്ന ഗ്രാമത്തിൽ ഇന്ന സമയത്ത് അവിടെ ഫിലിം ഷോ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും കടന്നു വരണം എന്ന് പറയുമ്പോൾ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരെ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് രാത്രി വരുന്നത് ഫിലിം ഷോ കാണാൻ. കാര്യം ആ സമയത്ത് അങ്ങനെ ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയമാണ്. അങ്ങനെ വലിയ ജനക്കൂട്ടത്തിനിടയ്ക്ക് അതുപോലെ തന്നെ ഈ ഫിലിം ഷോ കാണിച്ച് പോരുമല്ലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ എന്നുള്ള പാട്ടുകൾ പാടും, അതിനകത്ത് വചനം പറയും. ഓരോ റീല് തീരുമ്പോൾ ലാസ്റ്റ് രോഗികൾ ശുശ്രൂഷയുടെ ഭാഗത്തെ മാറ്റുവാനിടയെത്തുക. അങ്ങനെ വളരെ വിശാലമായ രീതിയിൽ കർത്താവിന്റെ വേല രാത്രിയും പകലും എനിക്ക് ചെയ്യുവാനുള്ള വലിയ ഭാഗ്യം നൽകി. ഈ സമയമൊക്കെ ഹൃദയം വളരെ സന്തോഷിച്ചു. കാര്യം എന്നെ കൊണ്ട് കഴിയല്ലാത്ത കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചതിലും ചിന്തിച്ചതിലും ഉപരിയായ ദൈവം തന്റെ വേലയിൽ എനിക്കൊരു അവസരം തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ എപ്പോഴും നന്ദി കരയറ്റിക്കൊണ്ടിരുന്നു. തളരാതെ ക്ഷീണിക്കാതെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വേല ഈ ഗ്രാമങ്ങളെല്ലാം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. ഇന്ന് ഞാൻ ചിന്തിക്കുന്നു, ഞങ്ങൾ പോയി പ്രവർത്തിച്ച ഗ്രാമങ്ങളിലെല്ലാം ഇന്ന് ചർച്ചകളും ദൈവദാസന്മാരും ദൈവപ്രവർത്തിയോടെ ഞാൻ ആ സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. കർത്താവെ, ഇവിടെ ഇടങ്കൈ വലങ്കൈ അറിയാത്ത ജനമാണ്, പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുന്ന ജനമാണ്, മോറലായിട്ടും അതുപോലെ തന്നെ മദ്യത്തിന് അഡിക്റ്റായിട്ടും അതുപോലെ അന്ധവിശ്വാസത്തിന് അഡിക്റ്റായിട്ടും ഒക്കെ ജീവിക്കുന്ന വലിയ സമൂഹമാണ്. അവരെയൊക്കെ രക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയ ഭാരമാണ്. ഞങ്ങൾ കർത്താവോട് പ്രാർത്ഥിച്ചൊക്കെയാണ് ഞങ്ങൾ അതുവഴി എല്ലാം വണ്ടിയെ പോകുമ്പം പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ വഴി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ഈ സമയം ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകളും വേലകളും നടക്കുന്നു. അന്ന് ഞങ്ങൾ അവിടെ
ഏൽപ്പിച്ച് അവിടെ വിതച്ച വിത്തുകൾ ഇന്ന് വളരുവാനിടയെ തീർന്നു. അതെല്ലാം കണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. അതുപോലെ തന്നെ ബീഹാറിനെ കുറിച്ച് പറഞ്ഞാലും ബീഹാറിന്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അതുപോലെ ഞങ്ങൾ അതിന്റെ എല്ലാ ഗ്രാമങ്ങളിലും ഫിലിം ഷോകൾ കാണിക്കുകയും അതുപോലെ തന്നെ വചനം പറയുകയും പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ബൈബിളും പുതിയ നിയമങ്ങളും എല്ലാം ഞങ്ങള് അവിടെ എല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. എന്നാല് ഇന്ന് ബീഹാറിനെ കാണുമ്പോൾ, ബീഹാറിന്റെ പ്രവർത്തനങ്ങളെ കാണുമ്പോൾ, ഇത്രത്തോളം വിശാലമായ ഒരു പ്രവർത്തനം ദൈവം ചെയ്യുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ അധികമായ സന്തോഷമുണ്ട്. കാര്യം അന്ന് പ്രാർത്ഥിക്കുക, അന്ന് ചെയ്ത പ്രവർത്തനത്തിനൊക്കെ ദൈവം വലിയ പ്രതിഫലം നൽകി. ഇന്ന് തന്നെ കേരളത്തിൽ അനേക ദൈവാസന്മാർ ഈ സ്ഥലങ്ങളിലൊക്കെ ബീഹാറിന്റെ പ്രദേശങ്ങളിലാണ് ഇഷ്ടംപോലെ പ്രവർത്തനം നടക്കുന്നത് കാണുമ്പോൾ ഞാൻ വളരെ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ആ ദേശത്ത് അനേകരെ എനേൽപ്പിച്ച് ദൈവത്തിന്റെ വേല വിശാലപ്പെട്ട്. ഞങ്ങൾ ആദ്യ സമയങ്ങളിലൊക്കെ പോകുമ്പം ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ക്രിസ്ത്യൻ പോലും ഇല്ല, ഒരു ചർച്ചകളൊന്നുമില്ലാത്ത സമയങ്ങളായിരുന്നു. ദൈവം വിശാലപ്പെടുത്തി. അതുപോലെ ഇപ്രകാരമുള്ള ഒരു വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ഒരുക്കി. എന്നാൽ എന്റെ ജീവിതത്തിൽ ബീഹാറിലായിരുന്ന 12 വിഷയം എന്റെ അനുഭവം ഉണ്ട്. അതും കൂടെ ഞാൻ ഇതിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം മാറട്ടെ. ഞങ്ങൾ ബീഹാറിലായിരിക്കുമ്പോൾ, ഞങ്ങൾ മുജാഫർപൂരിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു സഹോദരൻ വന്നിട്ട് ഞങ്ങളോട് പറയുകയാണ്, താൻ TV-യിലൂടെ ഒക്കെ യേശുവിനെ കുറിച്ച് കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ തൻ്റെ ഭവനത്തിലുള്ള ആരും വിശ്വാസത്തിലല്ല. തന്നെ ബാക്കിയുള്ള ഹിന്ദുക്കളാ. താൻ സീക്രട്ട് വിശ്വാസിയാണ്. അന്നേരം ഞങ്ങൾ ഇങ്ങനെ ഈ മാർക്കറ്റിൽ ഞങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട് ഇവിടുന്ന് 80 കിലോമീറ്റർ ഉള്ളിലാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസത്തിനുള്ള സ്ഥലം ഞാൻ ഒരുക്കി തരാം. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ സ്ഥലങ്ങളെല്ലാം കറക്കാം. നിങ്ങൾ ടൗണുകളിലൊക്കെ പ്രവർത്തിക്കുന്നില്ല, ഗ്രാമത്തിലേക്ക് ഒരു പ്രാവശ്യം വരാനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളോടുള്ള സഹോദരന്മാർ പറഞ്ഞു, ദേവദാസനെ ബ്രദറെ, നമ്മൾ ഈ പുസ്തകം വിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ഡീസലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഈ പുസ്തകം നമ്മൾ ഗ്രാമത്തിൽ ചെന്നാലും മേടിക്കത്തില്ലെങ്കിൽ നമുക്ക് എങ്ങനെ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മുടെ വണ്ടിക്കകത്ത് എങ്ങനെ പെട്രോൾ ഡീസൽ ഒഴിക്കും? അതുകൊണ്ട് നമ്മൾ ഗ്രാമത്തിൽ പോകുന്ന ബുദ്ധിമോശം പോകണ്ട എന്നിങ്ങനെ പറയും. ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടെ ഇടപെടാൻ തുടങ്ങി ഗ്രാമത്തിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ ആ ഗ്രാമത്തിലേക്ക് പോയി അവിടെ പ്രവർത്തിക്കാനിടയിൽ തീർന്നു. അവിടെ ചെന്ന സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പം പുസ്തകങ്ങളൊന്നും ആരും മേടിക്കുന്നില്ല ഞങ്ങളുടെ നിന്ന്. ഞങ്ങൾ രാത്രി പോലെ ഫിലിം ഷോ ഓരോ ഏറികൾ തിരിച്ചിങ്ങനെ കാണിക്കാൻ തുടങ്ങി. അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഒത്തിരി പേര് വരികയും യേശുവിനെ കുറിച്ച് അറിയുകയും കാണുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെങ്കിൽ ലാസ്റ്റ് ആയപ്പോഴത്തെ ഞങ്ങളുടെ വണ്ടിയുടെ ഫാൻ അങ്ങ് ഒടിഞ്ഞു പോയി, ഈ വണ്ടിയുടെ ഇഞ്ചൻ തണുപ്പിക്കുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചൊഴിച്ച് വേണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ. രണ്ടാമത് കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം അങ്ങ് തീർന്നു. ഭക്ഷണത്തിന് പൈസ ഇല്ല, വണ്ടിയിൽ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല. ലാസ്റ്റ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ സഹോദരന്മാരല്ല എന്നെ കുറ്റപ്പെടുത്തി. എന്നോട് പറഞ്ഞ്, ബ്രദറിനോട് ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഗ്രാമത്തിലേക്ക് വരണ്ടെന്ന്, കണ്ടല്ലേ ഇപ്പൊ തിരിച്ചു പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല, എങ്ങനെ മുന്നോട്ട് പോകും? അന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അങ്ങേ അയച്ചെങ്കിൽ ഇതിനുവേണ്ടി വഴിവാതിൽ തുറക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എവിടെ വണ്ടി എത്തുന്നു അവിടെ എത്തിക്കാന്നുള്ള ഇതില് ഞങ്ങൾ വണ്ടി ഇങ്ങനെ പതി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ വഴിക്ക് രണ്ടുപേരും കൈ കാണിക്കുകയാണ്. ഞങ്ങൾ ബീഹാറിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസിൽ നിന്ന്, ബീഹാറിലൊന്നും അറിയത്തില്ലാത്ത ആരെയും വണ്ടിയിലൊന്നും കയറ്റരുത്, അത് അങ്ങനെ കയറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം കൊള്ളക്കാരാണ്, നിങ്ങളെ തള്ളി വിളിച്ചാടി ചില കൊന്നിട്ട് വണ്ടിയും കൊണ്ടുപോകും എന്നൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവ് സംസാരിച്ചു. ആ വ്യക്തികൾ കൈ കാണിച്ചപ്പോൾ നിർത്തി. ഞങ്ങള് ആ സഹോദരന്മാരോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ വലിയ ജന്മിയാണ് പുള്ളി, അവിടുത്തെ ബ്രാഹ്മണനാണ്. പുള്ളിക്കാരന് മുജാഫർപൂരിലെ DSP ആണ്. അന്നേരം ഒരു മീറ്റിങ്ങിന് അർജന്റായിട്ട് ചെല്ലേണ്ട സമയമുണ്ട്, കുടുംബാട്ടവർക്ക് എത്രയും വേഗം മുജാഫർപൂർ ചെല്ലേണ്ടതാണ്. പക്ഷെ പറഞ്ഞിരുന്ന വണ്ടി എന്തോ കേടായിട്ട് വരാൻ പറ്റിയില്ല, ഉടനെ തന്നെ പോകണം. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയുമായിട്ട് വാ. ഞാൻ പറഞ്ഞു, വണ്ടിക്ക് ചെല്ലണം, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വണ്ടിയുമായിട്ട് വാ, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം, നിങ്ങൾക്ക് ആ പൈസ തരുമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ഓർത്ത് ദൈവം ഒരുക്കുന്ന വഴിയാണല്ലോ എന്ന് ഓർത്ത് വളരെ സന്തോഷിച്ച് ഞങ്ങൾ ആ ഭവനത്തിലേക്ക് ചെയ്തു. എന്നപ്പോൾ ആ DSP എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ നല്ലൊരു മനുഷ്യൻ. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, ഞാൻ മിഷണറി സ്കൂളിലാണ് പഠിച്ചത്, നിങ്ങൾ വളരെ വലിയ കാര്യമാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെ ചെന്ന ഉടനെ ഞങ്ങൾക്ക് നല്ലൊരു റൂം തന്ന് ആ കൂളറൊക്കെ വെച്ച് ഞങ്ങളെ ഒന്ന് തണുപ്പിച്ച് ഞങ്ങൾക്ക് നല്ല ഭക്ഷണമൊക്കെ തന്നു. ഇതെല്ലാം ഞാൻ കഴിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. സത്യം പറഞ്ഞു, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാര്യം ദൈവം ഒരിക്കലും കൈവിടുന്നവനല്ല. നമ്മൾ എന്ത് സംസാരിച്ചാൽ അതിൻ്റെ ഒക്കെ പ്രതിഫലം നമ്മളെ നടത്തുവാൻ കർത്താവ് ശക്തനാണ്, എനിക്ക് മനസ്സിലാക്കാനിടയത്. അങ്ങനെ അതിനുശേഷമായിട്ട് ആ ഒരു കുടുംബമായിട്ട് വണ്ടിയിൽ സാധനമെല്ലാം സെറ്റ് ചെയ്ത് കയറി ഞങ്ങൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് മുജാഫർപൂരിൽ കൊണ്ടുവന്ന് ആ സാറിനെ ഞങ്ങൾ തന്റെ ഭവനത്തിൽ എത്തിച്ചു. തനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നിങ്ങൾ എൻ്റെ അടുത്ത് വരാം എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വിടുവാനായിട്ട്. ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ഞാൻ ദൈവത്തിന്റെ കരം
എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. അതുപോലെ തന്നെ ഒരു അനുഭവമാണ്. ഞാൻ മുജാഫർ ബത്തിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഗ്രാമങ്ങളിൽ ഇങ്ങനെ, അവിടെ ഞങ്ങൾ ടൗണുകളിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവിടെ RC ചർച്ചുണ്ട്, വലിയ ചർച്ചുണ്ട്. അവിടുത്തെ ഒരു വിശ്വാസിയെ കാണാനിടയായിട്ടായിരുന്നു. ആ ബ്രദർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഗ്രാമങ്ങളിലൊക്കെ ഒന്ന് പോരും, ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് പോകാൻ മനസ്സാണ്, പക്ഷെ വളരെ പ്രശ്നമുള്ള സ്ഥലമാണ്, എങ്കിലും പോകാൻ ഇഷ്ടമാണെങ്കിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സഹോദരന്റെ കൂട്ടത്തിൽ അവിടുന്ന് ഒരു വലിയൊരു വനമാണ്, 27 കിലോമീറ്റർ വനമാണ് എന്ന് പറഞ്ഞാൽ വാൽമീകി നഗർ എന്ന് പറയാ സ്ഥലം. അതിന്റെ നേപ്പാളിന്റെ ബോർഡറും UP-യുടെ ബോർഡറും ബീഹാറിന്റെ ബോർഡറും കൂടെ കൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വലിയൊരു ഡാമൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു വലിയ വനപ്രദേശമാണ്. 10-27 കിലോമീറ്റർ വനത്തിനകത്ത് ചുറ്റപ്പെട്ട കിടക്കുന്ന സ്ഥലമാണ്. അവിടെ മൃഗങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനേക്കാളും വലിയാണ് അവിടെ എല്ലാ കൊള്ളക്കാരും തങ്ങുന്ന ഒരു സ്ഥലമാണ്. കാര്യം നേപ്പാളിന്റെ ആണേലും UP-യുടെ ആണേലും ബീഹാറിന്റെ ആണേലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പോലീസിന് രക്ഷപ്പെട്ട് ഒളിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് അത്. അതുകൊണ്ട് അങ്ങനെ പകൽ സമയങ്ങളിൽ പോലും അങ്ങനെ വണ്ടികളൊന്നും ആവശ്യമില്ലാത്ത ഒരു യാത്ര ചെയ്യാറില്ല. റോഡിന് നടുക്കൂടെ, ഈ വനത്തിന് നടുക്കൂടെ റോഡ് മാത്രമേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ പിറ്റേ ദിവസം ആ സഹോദരന്റെ കൂട്ടത്തിൽ ആ വനത്തിലേക്ക്, ആ ഗ്രാമത്തിലേക്ക് കടന്നുപോയി. ചെന്നപ്പം ഞങ്ങളോട് ഇങ്ങനെ ഫിലിം ഷോയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഗ്രാമവാസികൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട്, ഞങ്ങളുടെ പിള്ളേരും ഇതുവരെ ഇങ്ങനെയുള്ള പിക്ചറുകളോ ഒന്നും കണ്ടിട്ടില്ല, നിങ്ങൾ കാണിക്കണം. അങ്ങനെ പറയുമ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, ഇവിടെ വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്, ഇന്ന ഉഗ്രവാദികളൊക്കെ ഉള്ള ഏറിയകളാണ്, നിങ്ങൾ രാത്രി ഫിലിം ഷോ കാണിക്കുന്നെങ്കിൽ പോലീസുകാരോട് അനുവാദം മേടിച്ചിട്ട് മാത്രമേ കാണിക്കാനൊക്കത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ അവിടെ ഒരു 4 കിലോമീറ്റർ മാറി ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചെന്ന് പോലീസുകാരുടെ അനുവാദം ചോദിച്ചു മരു പറഞ്ഞ്, ഞങ്ങൾ രാത്രി തന്നെ പല ഡ്യൂട്ടി ആയിട്ട് ഞങ്ങൾ രാത്രി ഇവിടുന്ന് പോകും, ഇവിടെ ആരും പോലീസുകാരൻ രാത്രിയിലൊന്നും താമസിക്കാറില്ല, അതുകൊണ്ട് ഇവിടെ ഡേഞ്ചറസ് സ്ഥലമാണ്, നിങ്ങളുടെ ഫിലിം ഷോ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല, നിങ്ങൾ അങ്ങനെ കാണിക്കുന്നെങ്കിൽ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിക്കോണം എന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങൾക്ക് പെർമിഷൻ തന്നില്ല. എന്നാൽ തിരിച്ചു വന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട്, ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം തരാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ഒരു പ്രാവശ്യം ഈ ഫിലിം ഷോ കാണിക്കാൻ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച ഗ്രാമത്തിൽ ഫിലിം ഷോ കാണിച്ചു. പക്ഷെ ദൈവം വലിയൊരു പ്രവൃത്തിയാണ് ചെയ്തത്. അന്ന് രാത്രിയിൽ ഞങ്ങൾ ആ ഗ്രാമത്തിൽ ഫിലിം ഷോ എല്ലാം ക്രമീകരിച്ച് ഫിലിം ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വലിയൊരു ജനം കൂടി വന്നു, വലിയൊരു ജനക്കൂട്ടം വന്നു. ഈ വനത്തിന്റെ അകത്ത്, ഈ ഗ്രാമത്തിനകത്ത് ഈ വനത്തിനകത്ത് ഇത്രയും ജനം ഉണ്ടോ എന്നുള്ളതെന്ന് അറിയില്ല. നേപ്പാളിൽ നിന്ന് വരെ ആൾക്കാർ വന്നു. ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേന് ഞങ്ങൾ കാണിച്ചുകൊണ്ട സ്ഥലം ചെറുതായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേറെ വലിയ സ്ഥലത്തേക്ക്, അന്നേരം തന്നെ ഫിലിം ഷോ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടുന്ന് അത് നിർത്തിയിട്ട് വേറെ വലിയ സ്ഥലം കണ്ടെത്തി അവിടെ പോയി സെറ്റ് ചെയ്ത് ഫിലിം ഷോ കാണിക്കണേ. രാത്രി മുഴുവൻ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫിലിം ഷോ കഴിഞ്ഞപ്പം 2 മണിയോളം രാത്രി 2 മണിയായി. ഇതെല്ലാം കണ്ട് ജനം കാണുന്നതിനും വരെ ഇരുന്നു. പക്ഷെ അവർ ഞങ്ങൾ ഫിലിം ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പം കൊച്ചു പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ പിക്ചർ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുന്നത്. അവർ പോയി പഴുതാടെ പുറയിലൊക്കെ നോക്കുവാണ് ആരാണ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ അത്രമാത്രം ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ഒരു സമൂഹമാണ് അവര്. അങ്ങനെ ഫിലിം ഷോ കാണിച്ചത് വളരെ അനുഗ്രഹമായിരുന്നു. ഒത്തിരി പേര് ദൈവത്തിൽ സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഞങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനം പറയുകയും, ഉറാവ് ഭാഷ സംസാരിക്കുന്ന ജാതിയാണ് അവിടെ ആദിവാസികൾ. അവരുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉറാവ് ഭാഷ സംസാരിക്കുന്ന സഹോദരന്മാരുണ്ടായിരുന്നുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ദൈവജനം പറയാനും അവരോട് പ്രാർത്ഥിക്കാനൊക്കെ ദൈവയിടയാക്കി. വലിയൊരു ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അന്ന് രാത്രി ഞങ്ങളെ ഇടയാക്കി. ആ സ്ഥലത്ത് ആദ്യമായിട്ട് അനേകർ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ അറിയുവാൻ ഇടയായിത്തീർന്നു. അതിന്റെ ശേഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഞങ്ങൾക്ക് പിന്നെയും അവിടെ സിസ്റ്റർമാർ താമസിക്കുന്ന സ്ഥലമുണ്ട് റോഡിന്റെ സൈഡിൽ തന്നെ. അവിടെ ഞങ്ങൾക്ക് സിസ്റ്റർമാർ പറഞ്ഞ് ഇവിടെ ഒരു ഫിലിം ഷോ നടത്തി. ഞങ്ങള് ഈ അവർ താമസിക്കുന്ന അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ. അവിടെ പിറ്റേ ദിവസം ഞങ്ങൾ ഫിലിം ഷോ കാണിക്കാനായി കടന്നുപോയി. അവിടെ ഫിലിം ഷോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഞങ്ങൾ കാണുന്നത്, ഞങ്ങൾ ഫിലിം ഷോ കാണിക്കുന്നിടത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരം വരെ നീളത്തിൽ റോഡ് കിടക്കാണ്, വളവൊന്നുമില്ലാത്ത ലെവലായിട്ട് റോഡാണ്. അതുകൊണ്ട് 1 കിലോമീറ്റർ വരെ നമുക്ക് അവിടെ നോക്കിയാൽ കാണാം. അങ്ങനെ നോക്കുമ്പോൾ രാത്രി ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് ഫിലിം ഷോ തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ 1 കിലോമീറ്റർ ദൂരെയായിട്ടൊരു വെട്ടം കാണാം, വണ്ടി കൊണ്ടുവരുന്നില്ല. അന്നേരം പലരും പറഞ്ഞ് ആരെങ്കിലും ഉഗ്രവാദികള് വണ്ടി തടഞ്ഞതായിരിക്കും, പലരും പറഞ്ഞ് പേടിപ്പിക്കാനിടയിൽ തീർന്നു. എന്നിട്ട് എന്നോട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പുതിയ മെട്രോഡോർ ആണല്ലോ, നിങ്ങൾ വണ്ടി ഒളിപ്പിച്ചിടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയെ ഒളിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 6 മണിയായിട്ടും 7 ആയിട്ടും 6:30 ആയിട്ടും ആൾക്കാർ വരുന്നില്ല. ഞങ്ങൾ ചോദിച്ചു എന്തായി ആൾക്കാർ വരാത്തെ? അന്നേരം അവർ പറഞ്ഞു അവിടെയുള്ള ആൾക്കാരൊക്കെ 6:30 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ പിന്നെ വീടുകളിൽ നിന്ന് വെളിയിറങ്ങത്തില്ല, ഇവിടെ ഏത് സമയത്തും അങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയാനെടുത്തായിരുന്നു. അത് കേട്ടപ്പോൾ മനസ്സിലൊരു ഭയമുണ്ടായി മനുഷ്യമായ രീതിയിൽ. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വണ്ടി ഓടി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രിയിൽ അത് പെട്രോളിങ് ചെയ്താണ് പോലീസുകാർ. അവരുടെ വണ്ടി അവിടെ വന്നപ്പോൾ പഞ്ചറായിട്ട് ആ പഞ്ചറായ ടയർ ഓടിച്ചോടിച്ച് അങ്ങടുത്ത് വന്നപ്പോൾ തന്നെ അവരുടെ ടയർ മൊത്തം പൊട്ടി കയറിപ്പോയി. എന്നോട് അവിടുത്തെ അതിന്റെ SI ഇറങ്ങിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ ലീഡർ ആരാണ് ചോദിച്ചു. അന്ന് 2 പേര് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്
ബ്രദറെ നിങ്ങളുടെ വണ്ടി ടയർ എനിക്ക് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ടയർ അതിന്റെ ടയർ ഒന്നും സെറ്റ് ആകാൻ ഒക്കത്തില്ല, സാറിന് അങ്ങനെ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ വണ്ടി തരാം, പക്ഷെ എങ്കിൽ ഒരു കാര്യം ഞങ്ങളെ സഹായിക്കണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി തരാം, പക്ഷെ ഞങ്ങളുടെ ഫിലിം ഷോ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് നർക്കട്ടിയകാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം, അതുകൊണ്ട് സാർ ഞങ്ങളെ തിരിച്ച് പോലീസുകാരെ ഞങ്ങൾക്ക് കൂട്ടായിട്ട് തരണോ ഞാൻ ആവശ്യപ്പെട്ടു. അപ്പം പറഞ്ഞു അതിനെന്താ, ഞങ്ങളുടെ ഫിലിം ഷോ കഴിയുന്നതിന് വരെ 4 പോലീസുകാരെ ഞങ്ങളുടെ ഇതാക്കി, ഞങ്ങൾ വണ്ടി വിട്ടുകൊടുത്ത് അവർ വണ്ടിയും കൊണ്ടുപോയി അവരുടെ വണ്ടി ടയർ കൊണ്ടുവന്നു. വണ്ടി ടയർ പോലീസ് ജീപ്പിലിട്ട് പോലീസ് ജീപ്പ് കടന്നുപോയി. പോലീസ് ജീപ്പ് പോയിട്ട് വന്നിട്ട് പിന്നെ രണ്ടാമത് ഞങ്ങളുടെ ഫിലിം ഷോ കഴിയുന്നതിനും വരെ ഈ പോലീസുകാർ ഞങ്ങളോട് നിന്ന് ഞങ്ങളുടെ ഫിലിം ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്ന, നമ്മളെ ഭയപ്പെടുത്താത്ത എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിന് അത്ഭുതമായ കരങ്ങളെ കാണുവാൻ ദൈവത്തിന്റെ ശുശ്രൂഷയില് എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് അനുഭവങ്ങൾ നൽകി. ഇനി അതെല്ലാം ഓർക്കുമ്പോൾ കർത്താവിന്റെ, ഞാൻ ഇപ്പോഴും അതൊക്കെ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നടന്നൊക്കെ ഒരു സ്വപ്നം പോലെ ഞാൻ അങ്ങ് ചിന്തിച്ചു പോവാണ്. ഇതൊക്കെ എന്നിലൂടെ തന്നെ സംഭവിച്ചോ, കർത്താവ് അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ഒരു ഭാഗ്യം നൽകിയല്ലോ എന്നോർത്ത് എപ്പോഴും ഞാൻ ഈ ദിവസങ്ങളിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാണ്. അതിന്റെ ശേഷമായിട്ട് ഇഷ്ടംപോലെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഇരുന്ന് എനിക്ക് ഞാൻ 2000 ഒക്കെ കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് 98 ആയപ്പോഴത്തേന് ഞാൻ ഇടയ്ക്കൊന്ന് ഹൈസ്കൂളിൽ പോകാൻ ഒരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞാൻ ഗ്രേസ് വേൾ കോളേജിൽ പോയി. അവിടെ പോയി പഠിക്കുന്ന സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല, വിശ്വാസത്തോടെ മാത്രമുള്ള ജീവിതമാണ്. വീട്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ സഹായങ്ങൾ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനക്കാരോട് ഞാൻ സഹായം ചോദിച്ചില്ല. അങ്ങനെ എനിക്ക് പഠിക്കാനോ മുന്നോട്ട് പഠനം കംപ്ലീറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 വർഷം അവിടെ പഠിച്ചതിന് ശേഷമായിട്ട് വീണ്ടും തിരിച്ച് ഈ ബീഹാറിലേക്ക് വരികയും അതിനുശേഷമായിട്ട് ഞാൻ വീട്ടുകാരെല്ലാവരോട് ചോദിച്ചു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്, എല്ലാവരുടെയും വിവാഹം തന്നെ നടന്നിരുന്നു. ഞാൻ നടുക്കത്ത ആളാണ്. വീട്ടുകാരൊക്കെ എപ്പോഴും എന്നോട് വിവാഹത്തെ കുറിച്ച് പറയാം. അന്നേരം എനിക്ക് 30 വയസ്സോളം ആയിരുന്നു. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയുള്ള ആലോചനയൊക്കെ വന്നപ്പോഴേ ഞാൻ പല സ്ഥലത്തും കല്യാണത്തിന് ഇങ്ങനെ പെണ്ണ് കാണാനൊക്കെ ചെല്ലുമ്പോഴവരോട് ചോദിക്കും, 10 വർഷത്തോളം നീ നോർത്തിലായിരുന്നല്ലോ, എന്താ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞ ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചർച്ചുണ്ടോ? ഇല്ല. വീടുണ്ടോ? ഇല്ല. ഒന്നുമില്ല. അന്നേരം അങ്ങനെയൊക്കെ വരുന്നത് എനിക്കൊരു കല്യാണം നടക്കാനൊക്കെ വലിയ ചടങ്ങായിരുന്നു. വലിയ ബുദ്ധിമുട്ടായി. പോകുന്നിടത്തൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ ഒരു സംസാരം നടക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഏതായാലും കല്യാണം ഒന്നും കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ മതി എന്ന് പറഞ്ഞാൽ തിരിച്ച് ബീഹാറിലേക്ക് പിന്നെ ജാർഖണ്ഡിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ മാതാവും പിതാവും പോയി ഡീനയെ കാണുവാനും ഡീനയോട് സംസാരിക്കുവാനും സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കല്യാണം കഴിക്കാൻ ഒരുങ്ങി. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവെ ഞാൻ ഇത്രത്തോളം അനുഭവത്തോടെ നിന്റെ ശുശ്രൂഷ ചെയ്തു, ഞാൻ മുന്നോട്ട് ദൈവവേല ചെയ്യണമെങ്കിൽ എനിക്ക് അതുപോലെ അനുഭവമുള്ള ഒരു വ്യക്തി എൻ്റെ കൂട്ടത്തിൽ നൽകണമെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയുടെ ശുശ്രൂഷയെ മുന്നേറുവാൻ കഴിയുള്ളൂ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതായാലും ദൈവം ഞങ്ങളുടെ വിവാഹം 2001 കേരളത്തിൽ നടക്കുവാനിടയിൽ. അതിന് ശേഷമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ ബീഹാറിലെ ജാർഖണ്ഡിലേക്ക് കടന്നു വന്നു. ജാർഖണ്ഡിൽ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ വലിയ പാസ്റ്ററൊക്കെ എനിക്ക് താമസിക്കാൻ റാഞ്ചിയിൽ തന്നെ നല്ലൊരു വീട് തന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ബ്രദറെ ടൗണിൽ പ്രവർത്തിക്കേണ്ട, നിങ്ങൾ ഗ്രാമത്തിൽ കടന്നു പോകണമെന്ന്. കാര്യം എനിക്ക് ഹിന്ദി അറിയുള്ളൂ, എന്നിട്ട് വൈഫിന് ഹിന്ദി അറിയില്ല. ഞാൻ വളരെ ഭാരപ്പെട്ട് അവരാദ്യം പറഞ്ഞു, ഇവിടെ പ്രവർത്തിച്ചോ കുഴപ്പമില്ല, ഇത്ര നാളും ഗ്രാമങ്ങളിലൊക്കെ ഒത്തിരി ജോർജിറ്റി നടന്നതല്ലേ, ഞങ്ങൾക്ക് ജോർജിറ്റിയുടെ എല്ലാ സാഹചര്യങ്ങളും അറിയാം, ഇവിടെ തന്നെ പ്രവർത്തിക്കാൻ പറഞ്ഞ് എനിക്ക് തന്നാണ്. പിന്നെ പെട്ടെന്ന് അവരുടെ ഹൃദയത്തിൽ ചേഞ്ച് ഉണ്ടായി. ഒരു പക്ഷേങ്കിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ പിന്നെ എനിക്ക് എന്നെ ഇവിടെ നിന്ന് മാറാനൊക്കത്തില്ല, എനിക്ക് ആ ബിൽഡിംഗ് വിട്ടു തരേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോൾ അതിൽ ഉണ്ടായി കാണാതിരിക്കാം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ മുന്നോട്ട് ഞാൻ എപ്രകാരം ശുശ്രൂഷ, ഇതുവരെയും ഞാൻ അങ്ങയുടെ വേല ഗ്രാമങ്ങളിലും തുറന്ന പ്രദേശത്ത് ഇത്ര വിശാലമായ രീതിയിൽ എനിക്ക് മിനിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. ഇനി മുന്നോട്ട് എന്റെ ശുശ്രൂഷ എന്താണ്? ദൈവാത്മാവ് വ്യക്തമായിട്ട് എന്നെ വെളിപ്പെടുത്തിയ ഒരു ചർച്ച് പ്ലാനിങ്ങിലേക്ക്, ചർച്ച് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുവാൻ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പ്രസ്ഥാനക്കാരെ എനിക്ക് 2-3 സ്ഥലം തന്നു. അത് ചർച്ചും എല്ലാം ഉള്ള സ്ഥലമാണ്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ദേവദാസൻ പ്രവർത്തിച്ച സ്ഥലത്ത് ഞാൻ പ്രവർത്തിക്കുന്നില്ല, ഞാൻ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് പോയി ഒരു പ്രവർത്തനം തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. എന്റെ ദർശനം അതാണ്. അങ്ങനെ അവർ ആവശ്യപ്പെട്ട് ആദ്യം അതിന് താല്പര്യം കാണിച്ചില്ലെങ്കിലും പിന്നീട് എന്നോട് പറഞ്ഞ്, അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ ഇടയെത്തും എന്ന് പറഞ്ഞാല് അവര് നമുക്ക് ഈ സംസ്ഥാനം എന്ന് പറയുമ്പം നമുക്ക് അവരൊരു ശരീര സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ തുച്ഛമായ ഒരു സഹായമാണ് നമുക്ക് തരുന്നത്. എന്നാലും ഞാൻ കിട്ടിക്കൊണ്ട് 1500 രൂപയാണ് കിട്ടുന്നത്. അതിനകത്ത് വേണം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ ഞാന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം വെളിപ്പെടുത്താൻ തന്ന സ്ഥലമാണ് കുട്ടി. അങ്ങനെ ഞങ്ങൾ 2001
കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ ശേഷമായിട്ട് ഈ കുട്ടിയുടെ പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. ഇവിടെ വന്ന് ഒത്തിരി സ്ഥലത്ത് ഞങ്ങൾ വീട് അന്വേഷിച്ച് ഞങ്ങൾക്ക് വീടൊന്നും കിട്ടിയില്ല. ഒരു മൺവീടാണേലും അതിന് ചെറിയ റൂം ആണേലും മതി എന്ന് ചോദിച്ചിട്ട് അതുപോലും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഒരു ഫിലിപ്പ് ജോൺ എന്ന് പറഞ്ഞൊരു ദിവാസനുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോവുകയായിരുന്നു. തന്റെ ഇളയ മോടെ പ്രസവത്തോടനുബന്ധിച്ച് തന്റെ ഭാര്യയുമായി. ആ സമയത്ത് ആ വീട് ഞങ്ങൾക്ക് ദിവാസൻ 4 മാസത്തിലേക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. ആ സമയത്ത് ഞങ്ങളുടെ ടീമുണ്ട്. ടീമിൽ ഞങ്ങള് സഹോദരി സാറന്മാരുള്ള വണ്ടിയുണ്ട്, ടീമുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച് കുറെ ദിവസങ്ങളിൽ ടീം തിരിച്ചുപോയി. അത് ഞങ്ങൾ ഇവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു 4 വർഷം പ്രവർത്തിച്ചിട്ട് ഒരു ആത്മാവ് പോലും രക്ഷിക്കപ്പെട്ടു വന്നില്ല. എന്നിട്ട് എല്ലാവരും എന്നോട് വന്നിട്ട് പറഞ്ഞു, ജോർജുട്ടി നീ ഇവിടെ സമയം വേസ്റ്റ് ആക്കണ്ട, കാര്യം ഇവിടെ നിനക്ക് പറ്റത്തില്ല, കാര്യം ഇവിടെ ആദിവാസികളുടെ ഏറിയാണ്, മുണ്ടാരി സംസാരിക്കുന്ന ജനമാണ്, അവരുടെ മുണ്ടാരി അറിയാത്തതുകൊണ്ട് നിനക്കിവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല, നീ അതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോവാ, ഇവിടുത്തെ പ്രവർത്തനം നിർത്താനൊക്കെ ആവശ്യപ്പെട്ട്. പക്ഷെ ദൈവാത്മാവിനോട് സംസാരിച്ചു, ഇവിടെ തന്നെ ദൈവം എനിക്ക് തന്ന സ്ഥലമാണ്, ഞാൻ തുടരെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും അതുള്ള പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ തനിച്ചിരുന്ന് ആരാധിച്ച സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞ ശേഷമായിട്ട് പതിയെ പ്രവർത്തനത്തെ ദൈവം വിശാലപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ആ പ്രവർത്തനം ദൈവം വിശാലപ്പെടുത്തി അനേക സ്ഥലങ്ങളിൽ കുട്ടിയുടെ ചുറ്റുപാടും ഡിസ്ട്രിക്റ്റിന്റെ പല ഭാഗങ്ങളിലും കടന്നു പോകാനും പ്രവർത്തിക്കുവാനും പല സ്ഥലങ്ങളിൽ ചർച്ചകൾ ഉളവാനിടയെ തീർന്നു. അവിടേക്ക് ഇന്ന് വേറെ ദൈവദാസന്മാർ അവിടെ ഉണ്ട്, അവരവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഞാൻ കുട്ടിയിൽ പ്രവർത്തിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ പ്രവർത്തനത്തിൽ എൻ്റെ ഒരു വലിയൊരു ദർശന ആഗ്രഹമാണ്, ഞാൻ വെള്ളത്തിൽ വരച്ച വര പോലുള്ളൊരു പ്രവർത്തനമല്ല, ഞാൻ പ്രവർത്തിച്ചിട്ട് പോയാലും വരും തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹം ഉണ്ടായിരിക്കണം ഇവിടെ, അത് എനിക്ക് ആഗ്രഹമാണ് കർത്താവ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന് ചർച്ച് ഭവനം ആവശ്യമാണെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് അസംഭവമായ ഒരിക്കൽ സാധിക്കാത്ത കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം മേടിക്കുവാൻ ദൈവടയാക്കി. സംസ്ഥാനക്കാരെന്നോട് പറഞ്ഞ് ഞങ്ങൾ സ്ഥലം ഇതുവരെ ആർക്കും മേടിച്ചു കൊടുത്തിട്ടില്ല, നിങ്ങൾ സ്ഥലം എടുത്ത് തരുവാണെങ്കിൽ ചർച്ച് കൊടുത്തു തരാം. പക്ഷെ ഏതായാലും അവരുടെ ആ വിചാരങ്ങളെല്ലാം ദൈവം മാറ്റി സ്ഥലം മേടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2011 ഞങ്ങൾ ഈ സ്ഥലം മേടിക്കുന്നത്. 3 വർഷം ഇങ്ങനെ ഒന്നും പണിയാതെ ഇവിടെ കിടന്നു. ഞങ്ങളൊരു വീട്ടിലാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ദൈവത്തോടെ എന്നും ഒന്ന് പ്രാർത്ഥിക്കൂടെ വന്നിരുന്നു, കർത്താവെ ഒരു വിശ്വാസത്തോടെ ഞാൻ നോക്കി പറയും ഇതൊരു വലിയ ചർച്ച് ഭവനമായി മാറും, ഇവിടെ അനേകം ഒന്ന് ആരാധിക്കുന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 3 വർഷം അങ്ങനെ പണിയാതെ കിടന്നു. അതിന് ശേഷമായിട്ട് ഞങ്ങളുടെ വലിയ പാസ്റ്റർ MJ വർഗീസ് എന്ന് പറയും, ദേവദാസൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ ഇനി ചർച്ച് പണിയുന്നില്ലെങ്കിൽ ഞാൻ എന്നോട് തമാശയായ രീതിയിൽ പറഞ്ഞ് ആ സ്ഥലം വിൽക്കാൻ പോവാണ്, നിങ്ങൾ ചർച്ച് പണിയാന്നും പറഞ്ഞ ആ സ്ഥലം മേടിച്ചായിരുന്നു, നിങ്ങൾ ചർച്ച് പണിയുന്നില്ല, അതുകൊണ്ട് ഞാൻ വിൽക്കാൻ പോവാന്ന് പറഞ്ഞു. അല്ല നിങ്ങളൊരു കാര്യം ചെയ്യ്, ഗ്രാമത്തിൽ പോയിട്ട് മുളയൊക്കെ വെട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് മുള കഴിച്ച് ചർച്ച ഉണ്ടാക്കി അതിന്റെ മുകളിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടാൽ ആരാധന നടത്താലോ, ആരാധന നടത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു അങ്ങനെ ഇല്ല ദേവദാസനെ, ഞങ്ങൾ നല്ല ബിൽഡിംഗ് വേണത് ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞു. അന്നേരം ആദിവാസൻ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് നല്ല ബിൽഡിംഗ് പണിയുന്നതിൽ ദൈവഭവനം പണിയുന്നതിൽ എനിക്ക് സന്തോഷമാണ്, പണിയാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അസംഭവമായിട്ടൊരു കാര്യമായിരുന്നു. അങ്ങനെ ഇന്നപ്പോ എൻ്റെ അമ്മ, ഞാൻ താമസിക്കുന്ന എൻ്റെ മാതാവ് ഞാൻ താമസിക്കുന്നിടത്ത് ഒരു പ്രാവശ്യം വന്നിരുന്നു. തനിക്ക് ഞങ്ങൾ ആരാധിക്കുന്ന സ്ഥലം ജനം ഒത്തിരി വരാൻ തുടങ്ങിക്കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ ഇടയില്ല, പല റൂമുകളിലായിട്ടിരുന്ന് ആരാധിക്കുന്നത്. അന്നേരം എൻ്റെ അമ്മ എനിക്കൊരു ആദ്യം ഒരു 10,000 രൂപ തന്നു. അമ്മ അടുക്കള പണിയാൻ വെച്ചിരുന്ന പൈസയാണ് എനിക്ക് എടുത്തു തന്നത്, ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ടുകൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാംഗ്ലൂരിലുള്ള ദീനയുടെ അനിയനും അനിയത്തിയും ഒക്കെ ബാംഗ്ലൂരിലുണ്ട്, അവരൊരു 50,000 രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആദ്യം പൈസ കൊണ്ട് ഞങ്ങള് ഇതിന്റെ പണി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു അങ്കിൾ ഒരു പ്രാവശ്യം വന്നപ്പം അങ്കിള് ഞങ്ങളെ സഹായിക്കാൻ ഇടയെത്തിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനക്കാർ 2 ലക്ഷം രൂപ വന്നു. അങ്ങനെ ഞങ്ങള് നല്ല മനോഹരമായ രീതിയിൽ 53 അടി നീളത്തിൽ 22 അടി വീതിയിൽ നല്ലൊരു ബിൽഡിംഗ് പണി തീർക്കാൻ സ്വർഗത്തിൽ ദൈവടയാക്കി തീർന്നു. അതിനൊക്കെ ഭയങ്കര ചരിത്രമാണ്. എന്ന് പറഞ്ഞാൽ പറഞ്ഞാലറിയിക്കാത്ത ദൈവപ്രവൃത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ്. എന്ന് പറഞ്ഞാല് ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്ന ലേലീശയുടെ ശിഷ്യനായിരുന്ന ആ വീട്ടില് എണ്ണ പാർന്ന ഒരവസ്ഥയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാല് ചർച്ച് പണി തീർന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞ് പിന്നെ ആരുമായിട്ട് വലിയ സംസാരമൊന്നും ഇല്ലാതെയായി. ഇന്ന് ചർച്ച് ഭവനം പണി തീർന്നു. അതുപോലെ പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രാമത്തില്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് വിശ്വാസികളെല്ലാം ഞങ്ങൾ കൂട്ടി മൺകട്ട പിടിച്ച് ഒരു ചർച്ച് ഭവനം 2009 ഞങ്ങൾ ചർച്ച് പണിത്. അതിന് ശേഷമായിട്ട് ഈ 2024 ഞങ്ങള് വേറൊരു ചർച്ച്, അത് 20 അടി നീളത്തിൽ 40 അടി നീളത്തിൽ 20 അടി വീതിയിൽ നല്ലൊരു ചർച്ച് പണിതുകൊണ്ട് അത് പണിതൊക്കെ ഭയങ്കര അത്ഭുതമാണ്.
ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് കൂടിയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പം അവിടെയുള്ള ദൈവമക്കളുടെ ഇടയ്ക്ക് ഒരു ചിന്തയുണ്ടായി. ഒരു സഹോദരൻ പറഞ്ഞ്, ഞാൻ എൻ്റെ സ്ഥലം തരാം, എൻ്റെ വീടിരിക്കുന്ന ഞാൻ പൊളിച്ചിട്ട് ആ സ്ഥലം ഇവിടെ ചർച്ച പണിയാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചർച്ച പണിയാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. വിശ്വാസികളെല്ലാം രാവിലെ ജോലിക്ക് പണിക്കൊക്കെ പോകുന്നവരുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജിൽ പോകുന്ന പിള്ളേരുണ്ട്. രാവിലെ പോയി 6 മണിക്ക് പോകും. 2 മണിക്കൂർ ഡെയിലി എല്ലാവരും കൂടി പണിയാൻ തുടങ്ങി. അങ്ങനെ പണിത് കട്ട സ്വന്തമായിട്ട് പിടിച്ചു. അങ്ങനെ ചത്ത എന്ന് പറയുന്ന സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾക്ക് ആ ചർച്ച് ഭവൻ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് അവിടെ നല്ലൊരു ആരാധന നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കും ഒരു മിനിസ്ട്രി ദൈവം തരുവാനിടയത്തിൽ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ ചർച്ചിൽ ഞങ്ങൾ ഒരു 40 അടി പിന്നെയും മുന്നോട്ട് പണിയുകയാണ്. അതും വിശ്വാസത്തോടാണ്. വിശ്വാസികൾ തന്നെ തരുന്നു പൈസ, അവര് തന്നെ വന്ന് പണിയുന്നു. അതില് മേസ്തിരിമാരൊക്കെ ഉണ്ട്. അവര് ഇതുപോലെ തന്നെ ചെറിയ ബിൽഡിംഗ് ഒക്കെ പണിയുന്നവരാണ്. അവരുടെ പലകയും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്വന്തമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇപ്രകാരമുള്ളൊരു മിനിസ്ട്രി ദൈവവിദേശത്ത് നിന്ന് അനേകര് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനിടയിൽ തീർന്നു. ഞങ്ങൾക്കിവിടെ 3 ആരാധനയാണോ ഉള്ളത്. ഒരാരാധന ഞങ്ങളുടെ രാവിലെ 6:30 ഞാൻ ഇവിടെ നിന്ന് പോകും. ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെ ലീഡ് ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. അതിന് ശേഷമായിട്ട് ഞാൻ വചനം പറയും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് വേറെ സ്ഥലമുണ്ട്, 3-4 കിലോമീറ്റർ മാറി. അവിടെ വേറൊരു സഹോദരനാണ് ലീഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ കറക്റ്റ് സമയം എന്നോട് എത്തും. അവിടെ ഞാൻ വചനം പറയും. അതിന് ശേഷമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് കുട്ടിയിൽ. ഈ കുട്ടി ഞാൻ കടന്നു വരും. ഇവിടെ ആരാധനയിൽ ഞാൻ വചനം പറയും. ഇവിടെ എല്ലാം ലീഡ് ചെയ്യാൻ എല്ലാത്തിനും സഹോദരന്മാരുണ്ട്. അങ്ങനെ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അതിനോട് തന്നെ എൻ്റെ കുടുംബത്തോടനുബന്ധിച്ചും ചില വിഷയങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. 3 കുഞ്ഞുങ്ങളും ജനിച്ച ഇവിടെ തന്നെയാണ്. കാര്യം ഞങ്ങളങ്ങനെ നാട്ടിലങ്ങനെ പോകാറൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 6 വർഷം കൂടിയാണ് നാട്ടിൽ നിന്ന് പോയത്. ഇടയ്ക്കൊന്നും അങ്ങനെ പോകാറില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം ആദ്യ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തിച്ച ഒരു 6 പേരെ ഞങ്ങൾ സ്നാനപ്പെടുത്തി. ആദ്യമായിട്ട് സ്നാനപ്പെടുന്നതാണ് ഇവിടെ വന്നതിന് ശേഷമായിട്ട്. അങ്ങനെ ഞങ്ങൾ സ്നാനമൊക്കെ പെടുത്തി കുറച്ച് നാള് ഞങ്ങൾ ഇങ്ങനെ ആത്മീയ ആരാധനയിൽ നിന്നു. ഞങ്ങളൊരു കുഞ്ഞിനെ ആയിട്ട് ഒത്തിരി ആൾ കൂടി വീട്ടിൽ ചെന്ന് അവിടെ ചെന്ന് ഞങ്ങൾ എല്ലാവരും സുഖമില്ലാതായി പോയി. 2 മാസം ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റാതെയായിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസികളെല്ലാം പിന്മാറ്റ അവസ്ഥയിലേക്കായിപ്പോയി. അന്നൊരു തീരുമാനം എടുത്ത് ഇനി അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഭവനത്തിലേക്ക് പോകുന്നുള്ളൂ. അതിന് ശേഷമായിട്ട് പിന്നെയും ദൈവം പ്രവർത്തനത്തെ നൽകി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇളയ മോൻ 2002 ജനിക്കുന്നത്. അവൻ്റെ ഒരു ജെറിമിയ ജോർജ് എന്നാണ്. അതിന് ശേഷമായിട്ട് ഒരു മോള് ജനിച്ച് 2005 അവിടെ ഒരു ജെറുഷ എന്നാണ്. 3ാമതൊരു കുഞ്ഞ് ജനിച്ചത്, അവൻ്റെ ഒരു ജെറിൽ ജോർജ് എന്നാണ്. അവൻ ജനിച്ച സമയത്ത് ഈ 3 കുഞ്ഞുങ്ങളും ജനിക്കുമ്പോഴും ഞങ്ങൾ ഗ്രാമത്തിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ട പോലെ നാട്ടിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. 3 കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെയാണ് ജനിച്ചത്. ഇളയ മോൻ ജനിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ഒരു സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഞങ്ങളോട് ആരും ഇല്ലായിരുന്നു നോക്കാനോ ശ്രദ്ധിക്കാനോ. അങ്ങനെ നേഴ്സുമാരുണ്ടായിരുന്നു. അവർ 2-3 മാസം ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന നേഴ്സുമാരാണ്. ഇഞ്ചക്ഷൻ മാത്രം കൊടുക്കാമെന്നറിയാൻ നേഴ്സുമാരായിരുന്നു. പക്ഷെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചെങ്കിലും ഡോക്ടർ വന്ന് ശ്രദ്ധിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് കുഞ്ഞ് അവന്റെ ബ്രെയിനെ അത് ബാധിച്ചു. അവന് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന രോഗത്തിന് അഡിക്റ്റായി തീർന്നു. അങ്ങനെ അവനിപ്പോ 14 വയസ്സുണ്ട്. അവനെ പിടിക്കുകയോ നടക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവനിങ്ങനെ കട്ടിലെ കിടക്കത്ത് മാത്രമല്ല, എല്ലാം ഞങ്ങൾ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വളരെ ആക്റ്റീവായിട്ടാണ് ഗ്രാമങ്ങളെല്ലാം ഞങ്ങൾ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ തുടക്കം മിനിസ്റ്ററി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സൈക്കിളിലാണ് ഞങ്ങൾ എല്ലായിടത്തും യാത്ര ചെയ്തത്. ഫ്രണ്ടിലൊരു സീറ്റ് ഉണ്ടായിരുന്നത് ജെറിമിയെ ഞാൻ വെക്കുമായിരുന്നു. എൻ്റെ പുറയിൽ ഭാര്യയെ വെച്ച് ഞാൻ ഈ ഗ്രാമങ്ങൾ 8-10 കിലോമീറ്റർ ഉള്ളിലൊക്കെ ഞങ്ങൾ പോയി ഗ്രാമങ്ങൾ പോലും കറങ്ങി മിനിസ്റ്റർ ചെയ്തതാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ആ മിനിസ്ട്രികളൊന്നും ചെയ്യാതെയായി. അതിന് ശേഷമായിട്ട് ദൈവം ഒരു ബൈക്ക് തന്നു ഞങ്ങൾക്ക്. ആ ബൈക്കിൽ ഇപ്പം ഞങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മിനിസ്ട്രിയൊക്കെ അനുഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ കുഞ്ഞ് ജനിച്ച് അവനിപ്പം 14 വയസ്സായി. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ ഡിനായ്ക്ക് എൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ഞങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യാനോ ഒരിടത്ത് പോകാനോ ഇവൻ നാട്ടിൽ പോലും പോകാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാലും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് എന്തെല്ലാം വന്നില്ല, ഇതൊന്നും കർത്താവിന്റെ വേലയ്ക്ക് തടസ്സമല്ല. ഇതെല്ലാം ഒരു സൈഡിൽ മാത്രം ഞങ്ങൾ വെച്ച് ദൈവവേല ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോളം അനുഗ്രഹമായി അതിശയമായി ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന ഗ്രാമം ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ ദൂരത്ത് വേറൊരു ചർച്ച ഉണ്ടായിരുന്നു. അവിടെ ഒത്തിരി സ്ഥലത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള. അവിടുന്ന് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ഇടയെത്തിയിരുന്നു. അവർക്ക് മാതാവും പിതാവും നഷ്ടപ്പെട്ടവരായിരുന്നു. അവര് മറ്റുള്ള വീടുകളിൽ ആടുമാടുകളെ മേയ്ക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അവരെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ട് വന്ന് എനിക്ക് തന്നെ കുഞ്ഞുങ്ങളെ തന്നെ പഠിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ ഞാൻ കൂട്ടത്തിൽ വെച്ചു. ഒരു സഹോദരനെ പിന്നെ ഞാൻ റാഞ്ചിയിൽ വിട്ടു. അവനും
പഠിച്ചിപ്പോ നല്ല നിലയില്ല, അവന് നല്ല നിലയിലാകാൻ ദൈവം രണ്ടാമത് അബ്രഹാം എന്ന് പറയുന്നൊരു മോൻ എൻ്റെ കൂട്ടത്തോടെ, എൻ്റെ മോനെ പോലെ തന്നെയാണ് അവനെ ഞങ്ങൾ വളർത്തി പഠിപ്പിച്ചു. ഇന്ന് അവന് പഠനം കഴിഞ്ഞ് ഇന്ന് നല്ലൊരു കമ്പനി ജോലി ചെയ്യുന്ന ബാംഗ്ലൂരിൽ. അങ്ങനെയുള്ള പല ശുശ്രൂഷകൾ ചെയ്യുവാനും ദൈവം ഞങ്ങളെ ഇടയാക്കി. ഒന്നുമില്ലായ്മയുടെ മധ്യത്തിലും ദൈവസ്നേഹം എല്ലാം ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ആ സാമ്പത്തിക ഞെരുക്കത്തിലും ഭക്ഷണ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു 85 വയസ്സുള്ള ഒരു അമ്മച്ചിയാണ് ഞങ്ങളെ നടത്തിയത്. കാര്യം അമ്മച്ചി തന്നെയാണ് താമസിക്കുന്നത്. അമ്മച്ചി കിട്ടുന്ന റേഷനൊക്കെയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. എന്നെ സ്വന്തം മോനെ പോലെ അമ്മച്ചി സ്നേഹിച്ചു. അമ്മച്ചിക്ക് മുണ്ടാരി ഭാഷ അറിയത്തുള്ളൂ. ഞങ്ങളോട് സംസാരിച്ച് അമ്മച്ചി ഹിന്ദിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഭയങ്കര വിശ്വാസിയായി മാറി. തനിക്ക് കിട്ടുന്ന അരിയും ഗോതമ്പും ഒക്കെയാണ് ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത്. ആ സമയത്ത് ആ അമ്മച്ചിയിലൂടെ എന്ന് പറഞ്ഞാല് ഏലിയാനെ പോറ്റിയ ദൈവം അമ്മച്ചിയെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ആ സമയമൊക്കെ ഞങ്ങൾ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഇളയ മോടെ ആദ്യത്തെ 1-ാം വർഷത്തെ അവിടെ ബർത്ത്ഡേ ദിവസം അവർക്ക് ഒരു നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ ഒരു കേക്ക് മേടിക്കാൻ പൈസയില്ലാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഗ്രാമത്തിൽ പോയി ഒരു ചക്ക കൊണ്ടുവന്നിട്ട് അത് മുറിച്ച് കഴിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിയ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് ദൈവം എല്ലാത്തിനും വ്യത്യസ്തമായ രീതിയിൽ എന്നെ നടത്തുവാൻ ശക്തനാണ്. എന്നാല് കുഞ്ഞുങ്ങളുടെ പഠനത്തോടനുബന്ധിച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ ലോണുള്ള വ്യക്തിയല്ല, പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ലോൺ പോലെ എടുത്ത സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമായത് വന്നുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അപ്പൊ പഠിപ്പിച്ചു. എൻ്റെ മോൻ ഇപ്പം കേരളത്തില് പൂഞ്ഞാറിലാണ് പഠിക്കുന്നത്. അവന് 3 വർഷം കമ്പ്യൂട്ടർ സയൻസ് ചെയ്തതിന് ശേഷമായിട്ട് അതിൻ്റെ MCA ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതും അതിന്റെ പഠനം കഴിഞ്ഞു. മോളിപ്പം കോളാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2-ാം വർഷം അവള് BS നേഴ്സാണ്. പൈസ ഒന്നും കയ്യിലായിരുന്നു, എല്ലാം വിശ്വാസം. അത് ഞാൻ തുറന്നു പറയട്ടെ, ഞാനൊരു 3 ലക്ഷം ലോൺ എടുക്കേണ്ട വന്ന്. കാര്യം പൈസ അടയ്ക്കാൻ ഉണ്ടായിട്ടില്ല. എങ്കിലും ഞാനൊന്നും ചിന്തിച്ചു, മക്കളും തലമുറകളും ഒന്നും പറയരുത്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരായി തീർന്നു, അല്ലെങ്കിൽ എൻ്റെ മമ്മിക്കും പപ്പായ്ക്കും ഞങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് അവരിൽ നിന്നും ഒരു കാരണവശാലും ദൈവനാമം ദൂഷിക്കപ്പെടരുത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തലമുറകൾ ദൈവത്തെ വിളിച്ചതുകൊണ്ട് അല്ലെങ്കിൽ തലമുറകൾക്ക് ഉന്നതിയില്ലെന്നുള്ളൊരു ഒരിക്കലും അവരും ചിന്തിക്കരുത്. അതുകൊണ്ട് ഒന്നുമില്ലായ്മ സ്ഥലത്തും കർത്താവ് കുഞ്ഞുങ്ങൾക്ക് ഇത്രത്തോളം പഠിക്കുവാനുള്ള ഭാഗ്യം ഒരുക്കി. ഇപ്പോഴും മോളുടെ ലോൺ ഞങ്ങൾക്ക് ഇതുവരെ ശരിയായിട്ടില്ല. മോളുടെ ലോൺ ശരിയാത്തോണ്ട് ഞാൻ ഇന്നും ബാങ്ക് മാനേജറെ വിളിച്ചിരിക്കുകയാണ്. പലയിടത്തും തരാന്നൊക്കെ പറയാൻ ചെന്ന് സംസാരിച്ച് കഴിയും, ഞങ്ങൾ ഇവിടുത്തുകാരല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ലോൺ തരാൻ പടിയാണ്, അതൊരു വലിയ തടസ്സമാണ്. പക്ഷെങ്കിൽ ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് അതും അത്ഭുതം പ്രവർത്തിക്കും. അവർക്ക് ഇതുവരെയുള്ള ഞങ്ങൾ ഫീസ് കൊടുത്ത് ഇനിയും 2 വർഷത്തെ കൂടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്യട്ടെ അവിടെ ഭാവി. ഞാൻ കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, നിങ്ങൾ പഠിച്ച് നല്ല നിലയിലാകുമ്പോൾ ജാർഖണ്ഡിലെ മിനിസ്ട്രിക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള കൈത്താങ് കൊടുക്കണം. കാര്യം നമ്മൾ ഇവിടെ തന്നെയാണ്, എല്ലാം നിങ്ങൾ ജനിച്ചതുപോലെ ഇവിടെ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി എത്രമാത്രം നിങ്ങൾ പ്രയോജനപ്പെടുന്നു, അത്രമാത്രം പ്രയോജനപ്പെട്ടവരായി ജീവിക്കണം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ചിന്തിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവോ. അതുപോലെ തന്നെ എല്ലാ മാസവും റാഞ്ചി ഞങ്ങൾക്ക് കൊണ്ടുപോകണം ചികിത്സിക്കാൻ, ഡോക്ടറെ കാണിക്കാൻ. പക്ഷെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പോയിട്ട് വരണമെങ്കിൽ 2500 ഞങ്ങൾക്ക് ചിലവുണ്ട് അവിടെ പോയിട്ട് വരണമെങ്കിൽ. സ്വന്തം ഒരു വണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക്, സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അവരെ കൊണ്ടുപോയി അവനെ കൊണ്ടുവരാനൊക്കെ കഴിയും. പക്ഷെ ഇതുവരെയും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു അവസരം ഉണ്ടായിട്ടില്ല. എന്നാലും ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്നു. മിനിസ്ട്രിയൊക്കെ വളരെ അനുഗ്രഹം നടക്കുന്നു. ഇന്ന് 10-200 പേര് കൂടുന്ന ഒരു കൂടിയോരോ ദൈവം എനിക്ക് ഇവിടെ നൽകി. ഇന്നിപ്പം ഞങ്ങൾ ഇന്ന് എൻ്റെ മിനിസ്ട്രിയെ കുറിച്ച് അല്പം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വന്നിട്ട് ദൈവം എനിക്ക് വളരെ കാഴ്ചപ്പാട് എൻ്റെ ജീവിതത്തിലേക്ക് നൽകി തന്നെന്ന് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ ചിന്തിച്ചു, കർത്താവേ എന്ത് വിശ്വാസം നീ എനിക്ക് നൽകിയോ ആ വിശ്വാസം തന്നെ ദൈവജനത്തെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഉറപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് കേരളത്തിലെ നമ്മുടെ ആരാധന പോലെ തന്നെ കേരളത്തിലെ നമ്മുടെ വിശ്വാസം, നമ്മൾ ആദ്യം വന്ന വിശ്വാസ ജീവിതത്തിൽ തന്നെ ഇതുവരെയും ചർച്ചിനെ നടത്തുവാൻ ദൈവം എനിക്ക് ദൈവജനപ്രകാരമുള്ള ജീവിതം ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി. ഇവിടെ ഇരുന്ന് വിശ്വാസികള് വളരെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ രോഗിയായിരിക്കുമ്പോൾ, ഞാൻ ഭാരപ്പെടുമ്പോൾ ഒക്കെ എന്നോട് പ്രാർത്ഥിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ ഒന്നുമില്ല എങ്കിലും അവരോട് വളരെ എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം എനിക്ക് ഇവിടെ ഒരുക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്ന ഈ മേഖലകളിൽ ഞാൻ അങ്ങനെ ചർച്ചിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ ഇവിടെയാക്കി. എല്ലാ ദിവസവും ഞങ്ങൾ മീറ്റിംഗ് വെച്ച് എല്ലാ രാത്രിയിലും എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ എല്ലാ സ്ഥലങ്ങളിലും മീറ്റിംഗ് ആക്കി. ഓരോ സ്ഥലം ഞങ്ങള്
ഓരോ ഗ്രാമങ്ങൾ തിരിച്ച് മീറ്റിംഗ് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 7-8 കിലോമീറ്റർ ഒക്കെ ദൂരമുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഞങ്ങൾ രാത്രി പോവും. അവിടെയുള്ള ജനങ്ങളെല്ലാം കൂടി വരും, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഓരോ സ്ഥലങ്ങൾ ഡിവൈഡ് ചെയ്ത്. അതുപോലെ തന്നെ മാസത്തിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കടന്നു വരും ഈ ചർച്ചിലേക്ക്. അന്ന് ഞങ്ങളിവിടെ പ്രബോധമായിട്ട് നടത്തും. അതുപോലെ അന്നൊരു ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിൽ ഞങ്ങൾ 4-5 ടീമിനെ ചർച്ചിലാക്കി. അന്നത്തെ അവരോട് പറഞ്ഞിരിക്കുന്ന ഈ 5 ടീമാക്കി ഓരോ ടീമിനോടും പറഞ്ഞിരിക്കുന്ന അന്നത്തെ ഭക്ഷണ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ക്രമീകരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭക്ഷണം വിളമ്പുന്നത്, അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടായിക്കൊണ്ട് അതിലൊന്നും എനിക്ക് ബുദ്ധിമുട്ട്. എല്ലാം കറക്റ്റ് സമയത്ത് വിശ്വാസികൾ വന്ന് രാവിലെ 5 മണിക്ക് അവർ വന്ന് എല്ലാം 9 മണിക്ക് മുമ്പ് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യും. അങ്ങനെ ഓരോ ടീം അവരോട് ചെയ്തോണ്ടിരിക്കും. ഞാൻ എന്നെ പറഞ്ഞ് യേശുവിനെ അറിയാത്ത സമയത്ത് നിങ്ങൾ എന്തോരം പൈസ മന്ത്രവാദികൾക്കും മദ്യത്തിനും കൊടുത്ത്, ആ പൈസയൊക്കെ നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതൊരു ദൈവനാമ മഹത്വമാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ന് ആ ഒരു സ്റ്റേജിലേക്ക് മാറി. അങ്ങനെ ചർച്ച് വളരെ ആനന്ദത്തോടെ മുന്നോട്ട് പോകുന്നു. അനേകര് ചർച്ചയില് അനേക കല്യാണം കൊടുക്കുവാനും അനേക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. എന്നാൽ പ്രത്യേകിച്ച് ഈ ദേശത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ദേശമാണ്, ഗ്രാമങ്ങളാണ്. ഇവിടെ സാമ്പത്തികത്തിനുള്ള യാതൊരു വഴികളുമില്ല. ഞങ്ങളുടെ ചർച്ചയിൽ വരുന്നല്ല വളരെ സാധാരണക്കാരാണ്, പാവങ്ങളായ ജനങ്ങളാണ്. ചിലപ്പം പലപ്പോഴും നമുക്ക് പോലും അവരെ അങ്ങോട്ട് സഹായിക്കേണ്ട അവസ്ഥകളാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെയുള്ളതായ ഗ്രാമപ്രദേശങ്ങളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാനൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്നത് മാത്രമല്ല, ഞാൻ യഥാർത്ഥമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ലീഡർഷിപ്പിൽ നിന്ന് എന്റെ അണ്ടറിലുള്ളവരെ കൊണ്ട് പ്രവർത്തിക്കുകയല്ല. ഞാൻ വാസ്തവമായിട്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, എനിക്ക് തന്നെ പ്രവർത്തിക്കണം എന്നുള്ള അനുഭവത്തോടെ, ആ ഒരു മനോഭാവത്തോടെ ദൈവം നിർത്തിയിരിക്കുകയാണ്. കാര്യം എന്റെ ടീം ജീവിതം, എന്റെ കഴിഞ്ഞ ജീവിതമൊക്കെ എന്നെ ഇപ്പോഴും ഒത്തിരി അനുഭവങ്ങളോടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ശരീരമായി ഞാൻ ഈ ദിവസങ്ങളൊക്കെ അസുഖമില്ലായിരിക്കുകയാണ്. എനിക്ക് കുറച്ച് നാളായിട്ട് ഫാറ്റ് ലിവറിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുപോലെ എന്റെ ബ്ലാഡറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുപോലെ യൂറിക് ആസിഡ്, അങ്ങനെ ഒത്തിരി അസുഖം എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാതിരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അസുഖം വളരെ കൂടുതലായി തീർന്നു. അങ്ങനെ ഞാൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ബ്ലഡ് വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ ചുമച്ചു തുപ്പുമായിരുന്നു, ബ്ലഡ് വന്നു. അങ്ങനെയൊക്കെ വന്ന് ഞാൻ വിശ്വാസിനോട് വന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകും, സ്വപ്നത്തിലൂടെയൊക്കെ എന്നെ പേടിപ്പിച്ചു, നീ ജീവിച്ചിരിക്കില്ലെന്നുള്ള ഒരു ഇതിലേക്ക് എന്റെ മനസ്സിലേക്ക് ഒരു ഭയം ഇട്ടു. എന്നാലും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ ഈ ദിവസങ്ങളായി ദൈവം എനിക്ക് ഒത്തിരി വിടുതൽ തന്ന്. ഇപ്പൊ ഞാൻ സുഖമായിരിക്കുന്ന 2-3 ആഴ്ചയായിട്ട് ഞാൻ വെളിയിലോട്ടൊന്നും പോകുന്നില്ലായിരുന്നു. കാര്യം തണുപ്പ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടി എന്റെ ശരീരത്തിന് അത്ര ആരോഗ്യനില അത്ര നല്ലതല്ലായിരുന്നു. എങ്കിലും എന്റെ ഹൃദയം ഇപ്പോഴും ഇങ്ങനെ തേങ്ങുകയാണ്. എനിക്ക് ആദ്യ നാളുകളൊക്കെ അവർ കർത്താവ് ഇപ്പൊ അത്രത്തോളം എനിക്ക് ചെയ്യാനൊക്കത്തില്ല. എങ്കിലും ഈ കിട്ടുന്ന സമയമൊക്കെ എത്രത്തോളം ദൈവത്തിന് വേണ്ടി വിശാലമായി പ്രവർത്തിക്കാം. കാര്യം ജാർഖണ്ഡ് ഇപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണ് സുവിശേഷതയ്ക്ക് വേണ്ടി. ഛത്തീസ്ഗഡിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ജാർഖണ്ഡിൽ ഇപ്പോഴും അങ്ങനെയുള്ള വലിയ വിഷയങ്ങളില്ല. ഈ കിട്ടുന്ന സമയം സ്ഥലമ്പോൾ നഷ്ടപ്പെടുത്താതെ എത്രത്തോളം ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന എത്ര വേഗം ഈ ചർച്ചിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. ഞങ്ങൾ ഇത്രത്തോളം പണിത് തീർത്തി, എന്നാലും ഞങ്ങൾക്ക് മുന്നോട്ട് പണിയാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 മാസമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് ഇതെല്ലാം. ഞാൻ ഇങ്ങനെ വരുമ്പോഴും പറയും, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് പോയി, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്, ഞാനൊന്നും കൊണ്ടുപോകത്തില്ല. വരും നാളുകളിൽ നിങ്ങൾ തന്നെ നേരിട്ട് ഈ ദേശത്ത് വലിയ ശുശ്രൂഷ ചെയ്യണം. അതിനായിട്ട് ഞാൻ ചർച്ചിൽ അവർക്ക് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും കർത്താവിന്റെ വചനം പറയുന്നവരും ലീഡ് ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും വളരെ ആത്മാർത്ഥമുള്ളവരാണ്. ഞാൻ രോഗിയായിരുന്ന സമയത്ത് വിശ്വാസികൾ തന്നെ കൂട്ടമായിട്ട് വന്നിരുന്ന് എനിക്ക് വേണ്ടി രാത്രി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ തീർച്ചയായിട്ടും വിശാലപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീനെ സംബന്ധിച്ചും വളരെ സുശേഷയോടെ, വളരെ ദൗത്യത്തോടെ, വളരെ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ദൈവം ഞങ്ങൾക്ക് കൂട്ടായി തന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക, അവരുടെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുക. ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ ഈ സമയം ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയൊക്കെ വളരെ സന്തോഷം അനുഗ്രഹമായി പോകുന്നു. തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചാലും, പ്രത്യേകിച്ച് ഞാൻ ദേവദാസിന് വളരെ നന്ദി പറയുന്നു. ഞാൻ ദേവദാസിന്റെ യൂട്യൂബിൽ ഞാൻ എപ്പോഴും കയറാറുണ്ട്. തന്റെ പല വാക്കുകൾ ഞാൻ കേട്ട് എനിക്ക് ഒത്തിരി യോജിപ്പുള്ള വിഷയമാണ്. പലരും ലോകത്തിന് വേണ്ടി, ലോക കാര്യങ്ങൾക്ക് വേണ്ടി, ലോക ഇഷ്ടത്തിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അതിനുവേണ്ടി സംസാരിക്കുവാനും കഴിയുന്ന വലിയൊരു ഭാഗ്യമാണ്. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം നേടി ഇവിടെ വീക്ഷിച്ചു പോണെന്നാൽ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് ഒന്നും നഷ്ടമാകുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ കർത്താവിന് വേണ്ടി സത്യത്തോടെ നീതിയോടെ നിൽക്കുന്ന ഒരു വലിയ തലമുറയെ ഏൽപ്പിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. തീർച്ചയായിട്ടും ദേവാസിനെയും കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ ടിവിയുടെ പ്രവർത്തനം, നിങ്ങളുടെ പ്രവർത്തനം വളരെ വിശാലപ്പെടട്ടെ. എനിക്ക് അവസരം തന്നെ ഒരു വർഷത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അധികം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷ മേഖലയിൽ അധികമായി ഉപയോഗിക്കട്ടെ.
കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. താങ്ക് യു പാസ്റ്റർ. ഇത്രയും സമയങ്ങൾ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും നോർത്ത് Praise the Lord. ഇന്ത്യയുടെ പല ഭാഗത്ത് ഹലോ. കർത്താവിൻ്റെ വേല ചെയ്യുന്ന പാസ്റ്റർ, അതൊന്ന് മ്യൂട്ടായിരുന്നു, ഞാനിത് ഫോൺ ചെയ്തു. ഓക്കെ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാർ, അവരെ ഈ മാധ്യമത്തിലൂടെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്നതിന് ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. അവർ മിഷൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ, അവർക്ക് പിന്നിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവമക്കൾ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ മീഡിയയിലൂടെ അവരെ പൊതുസഭയുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക എന്ന ഒരു ശുശ്രൂഷയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, മിക്കവാറും പല ആളുകളും സിറ്റികളിൽ നിൽക്കുമ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ദൈവദാസന്മാർ, അവരുടെ കുഞ്ഞുങ്ങൾ ആ ഗ്രാമങ്ങളിൽ ജനിച്ചു വളരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ശരിയായിട്ടൊരു പ്രോപ്പർ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല, അതുപോലെ തന്നെ നല്ല സ്കൂളുകളില്ല, നല്ല കോളേജുകളില്ല, പിന്നെ കുഞ്ഞുങ്ങളെ മറ്റ് സ്ഥലങ്ങളിൽ വിട്ടുപഠിപ്പിക്കേണ്ടി വരുന്നു. ഈ ദേവദാസന്മാരുടെ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. പ്രത്യേകിച്ചും എൻ്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് എനിക്കറിയാം, പാസ്റ്റേഴ്സിൻ്റെ മക്കൾ എന്ന നിലയിൽ അവരോട് ചെന്നാലും പാസ്റ്ററുടെ മക്കൾ എന്നൊരു വിളി ദൈവം ആ കുഞ്ഞുങ്ങളെയൊക്കെ മാനിക്കും. കർത്താവ് അവർ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ പോകേണ്ടി വരുന്നത്. ദൈവം ആ കുഞ്ഞുങ്ങളെയൊക്കെ മാനിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജെറിൽ അല്ലേ പാസ്റ്ററെ, കൊച്ചുമോനെ ജെറിലിൻ്റെ അനുഭവം മറ്റൊന്നായിരുന്നായിരിക്കാം. ഞാനും പപ്പ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. ആസാമിൽ തേജ്പൂരിൽ ഒരു ചെറിയ മിഷൻ ഹോസ്പിറ്റലിലായിരുന്നു അന്ന് മമ്മി കൺസീവ് ആയപ്പോൾ കാണിക്കാൻ കൊണ്ടുവന്നത്. ഒരു ചെറിയ മിഷൻ ഹോസ്പിറ്റൽ. എൻ്റെ പെങ്ങളൊക്കെ അവിടെയാണ് ജനിച്ചത്. ഒരു നല്ല അസുഖം വന്നാൽ ആ ഹോസ്പിറ്റലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എത്രയോ ദൈവദാസന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കഷ്ടപ്പെടുന്നവരുണ്ട്. ദൈവം അവരെ സഹായിക്കട്ടെ. ദൈവരാജ്യത്തിന് വേണ്ടി ധീരമായ തീരുമാനങ്ങൾ എടുത്ത് ഇനിയും ദേവദാസന്മാർ മുമ്പോട്ട് വരട്ടെ. പാസ്റ്റർ അനുഭവങ്ങൾ അനേകർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. പാസ്റ്റർ, എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ, മറക്കാനാവാത്ത അനുഭവങ്ങൾ, ദൈവത്തിൻ്റെ പ്രൊവിഷൻ്റെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ, കരുതിയ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് എന്തെങ്കിലും അനുഭവം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാൻ ബീഹാറിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായത്. കാര്യം ഞാൻ ബീഹാറിൽ ബ്രോണി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ടീമായിട്ട് 93 പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം നടക്കുകയാണ്. പക്ഷേ എൻ്റെ കൂട്ടത്തിൽ 8-10 സഹോദരന്മാരുണ്ട്. അതിൽ 1-2 ബീഹാറിൽ നിന്നുള്ള സഹോദരന്മാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഒരു സഹോദരൻ അവന്റെ ജീവിതശൈലിയിൽ എനിക്ക് ചേഞ്ച് കണ്ടുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞ്, നീ ഇന്ന രീതിയിൽ പോകരുത്, അവിടെ ഒരു ജോലി ചെയ്യുന്നൊരു പെങ്കൊച്ചുമായിട്ട് അവന് താല്പര്യമായി. അവന് വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുള്ളതാണ്. പക്ഷെ അത് ഞാൻ എതിർത്ത് കഴിഞ്ഞപ്പോൾ അവൻ എനിക്ക് വളരെ എതിരായി തീർന്നു. അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലായി അവനോട് എതിർക്കാൻ പാടില്ല. അവനോട് എതിർത്ത് ഞാൻ അവനോട് ലോക്കലാണ്, എനിക്കത് എൻ്റെ ജീവിതത്തിൽ ഹാനി ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. ദൈവാത്മാവ് വളരെ ബുദ്ധി എനിക്ക് തന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ അതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇവനെ വേറെ ടീമിലേക്ക് അയക്കാൻ പറഞ്ഞ് ഞാൻ അവിടുന്ന് ആ സഹോദരനെ തിരിച്ച് റാഞ്ചിയിലേക്ക് അയക്കാനിടയിൽ തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ സഹോദരൻ പോയപ്പോൾ ഇവനെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊച്ചിട്ടാ പോയത്. അവിടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞ് ഇയാളെ അങ്ങ് തീർത്തേക്കാൻ പറഞ്ഞു. ഇയാളെ എനിക്ക് തടസ്സമാണ്, തീർത്തേക്കാൻ പറഞ്ഞിട്ടാ പോയത്. ഞങ്ങൾ രാത്രിയിൽ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിരിക്കും, ഭയങ്കര ഒച്ചിട്ട് ഞാൻ വിളി വന്നിട്ട് ഇങ്ങനെ വിളിച്ച്, എന്താ നിങ്ങൾ വാ എന്ന് തന്നെ എന്നെ മദ്രാസി എന്നും പറഞ്ഞ് ആണ് പറയുന്നത്. നീ ഇവിടെ ഉള്ളവരെ ഞങ്ങളെ നിങ്ങൾ പഠിപ്പിക്കാൻ പോവുകയാണോ, ഞങ്ങളെ നീ നിന്റെ അണ്ടറിലാക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തെറിയൊക്കെ ആയിട്ട് വടിയും വാളും ഒക്കെ ആയിട്ട് വന്നു. വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വേറെ സഹോദരന്മാരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളവരെ സ്നേഹത്തോടെ വിളിക്കുക, നിങ്ങളവരെ സ്നേഹത്തോടെ നിങ്ങൾ പോയി സംസാരിച്ച് അവരെ ഒന്ന് ശാന്തമാക്കാൻ പറഞ്ഞു. അത് 4 പേരുണ്ടായിരുന്നു. അവർ 4 പേരും ഞങ്ങൾ താമസിക്കുന്ന ചെറിയ ചർച്ചാണ്. അതിനകത്ത് ബ്രൗണി ഇവിടെ ഒരു ഫാക്ടറി ഏരിയയാണ്. അതിൻ്റെ അകത്താണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയിൽ കയറി വന്നിട്ട് എനിക്കിട്ട് അടിക്കാൻ ഇടയിൽ തുറന്നു. കാര്യമൊന്നുമില്ല, നിസ്സാര കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അവരോട്ട് ഒരു ശത്രുതയില്ല.
അടിക്കാനിടയെ തീർന്നു. എൻ്റെ മുഖമൊക്കെ അടിച്ച് വളരെ നീരായി. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, സഹോദരന്മാർ നിങ്ങൾ ബുദ്ധി സ്നേഹിച്ച് ഈ സഹോദരന്മാർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ കത്തിയും വടിയും കൊല്ലൂന്നും പറഞ്ഞ് കയറി വന്നു. അപ്പൊ ഞാൻ സഹോദരന്മാരെല്ലാം കൂടെ കൂടി അവരെ പിടിച്ച് മാറ്റി. ഞങ്ങളുടെ കുറച്ചേറെ സഹോദരന്മാർ 10-17 പേരാണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വേറെ ഒരു ടീം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ പിടിച്ച് അവിടുന്ന് കൊണ്ടുപോയി. തിരിച്ച് അവരെ കൊണ്ട് അവിടുന്ന് ബ്രൗണി ടൗണിൽ ഒരു ചെറിയ ചൗക്കുണ്ട്, അവിടെ 3 കിലോമീറ്റർ അവിടെ നിന്ന് പോകണം. അവിടെ കൊണ്ടുവരെ ഇറക്കി വിട്ട് അതിനുശേഷമായിട്ട് പിറ്റേ ദിവസം എന്നെ അടിച്ച കാര്യം അവിടെ എല്ലാവരും അറിഞ്ഞു. അവരെല്ലാം എന്നോട് വന്നിട്ട് പറഞ്ഞു, ജോർജ് കുട്ടി ഞങ്ങൾ കേസ് എടുക്കാൻ പോവാണ്, അവരെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ കേസ് ഒന്നും വേണ്ട, എനിക്ക് കേസ് ആവശ്യമില്ല, കർത്താവ് അവരോട് ഇടപെടട്ടെ, പെടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവർ നമുക്ക് ചലഞ്ച് ചെയ്ത് നിങ്ങളെ കൊന്നു കളയും, നിങ്ങൾ വണ്ടി ഇറക്കി കത്തിച്ച് കളയെന്നൊക്കെ പറഞ്ഞമാര്. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ അവിടുന്ന് തന്നെ സാധനമെല്ലാം എടുത്ത് ബോസ്റായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അങ്ങനെ അവിടുന്ന് പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങ് റാഞ്ചിക്ക് പോരുകയും ചെയ്തു. റാഞ്ചിക്ക് പോന്ന് അവിടുന്ന് ഞാൻ ആ സമയത്താണ് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ പോയതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോഴേ ഈ എന്നെ അടിച്ച് ലീഡർഷിപ്പ് ചെയ്ത പുള്ളിക്കാരനെ മാനസിക രോഗിയായിട്ട് റാഞ്ചിലുള്ള കാങ്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴ് ഞങ്ങളെ എൻ്റെ ഓഫീസ് റാഞ്ചി ബഹുജാറിലാണ്. അങ്ങനെ തേടി പിടിച്ച് പുള്ളിയുടെ വൈഫ് ഓഫീസിൽ വന്നപ്പോൾ ഞാനവിടെ ഇല്ല. ഞങ്ങളുടെ പാസ്റ്ററെ കണ്ടു പറഞ്ഞ് ഇങ്ങനെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ഇന്ന ആളോട് ചെയ്തായിരുന്നു, ഇപ്പൊ പുള്ളി മാനസിക നിലയിലാണ്, പ്രാർത്ഥിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്ട് വന്നിരുന്നു. അവിടെ വന്ന് ക്ഷമ വെച്ചിട്ട് പോയി. ഏതായാലും കുറെ കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് അവരെ കുറിച്ച് ഒരു അറിവൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം, നമ്മളുടെ പല അനുഭവങ്ങളും പല അവസ്ഥയിലൂടെ കടന്നുപോയ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ബീഹാറിലായിരുന്നപ്പോഴും ജാർഖണ്ഡിലൊക്കെ ആയിരുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ ഇതുപോലെ തന്നെ ഞങ്ങള് ഗ്രാമത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് ജനം വന്നിട്ട് പറയും, ബ്രദറെ ഞങ്ങളുടെ ഫിലിം ഷോ കാണിക്കാനായിട്ട് വരണം, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരാം, അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് പെട്രോൾ തരാനുള്ള തീർച്ചയായിട്ടും പറഞ്ഞത് ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ അവരോടൊത്തി പോകും. ഞങ്ങൾ വിളിച്ചുകൊണ്ട് ചിലരൊക്കെ മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ വഞ്ചിച്ചിട്ട് പറ്റിച്ചിട്ടുണ്ട്. കാര്യം ഈ പോയി വണ്ടി ഒത്തിരി പറയാം, എത്ര കിലോമീറ്റർ ഉണ്ട്, 4 കിലോമീറ്റർ എന്ന് പറയും. പക്ഷെ 20 കിലോമീറ്റർ ഓടിയാലും വണ്ടി അല്ലത്തില്ല. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പോയി രാത്രി 8 മണി 9 മണിയൊക്കെ ആയിട്ട് പോയിട്ട് വനത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ സാധനമെല്ലാം വണ്ടി അവിടെ ഇട്ടിട്ട് സാധനമെല്ലാം ചുമന്നുകൊണ്ട് ഞങ്ങള് മലകളും കുന്നുകളും ഒക്കെ കയറി ആ സ്ഥലത്ത് പോകും. കാണിച്ച് തന്നെയുള്ളത് ഫിലിം ഷോ കാണിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ കാണിക്കുമായിരുന്നു. രാത്രി രാവിലെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണവും ഇല്ല, ഞങ്ങളെ വിളിച്ചവരും ഇല്ല, അവരങ്ങ് ഓടിപ്പോകും മാറി. എന്നിട്ട് ഫിലിം ഷോ എല്ലാം കഴിയുമ്പോൾ അങ്ങനെയുള്ളതൊക്കെ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾ പ്രവർത്തന സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, ഞങ്ങള് ഈ ബജാറിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹിന്ദു സഹോദരങ്ങളാണ് വരുന്നത്. എന്നിട്ട് അവർ പറയും ഞങ്ങളുടെ ഏരിയ കൊണ്ട് ഫിലിം ഷോ കാണിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണവും കാര്യമെല്ലാം തരാം. അങ്ങനെ ഞങ്ങളെ പല ഹിന്ദു സഹോദരങ്ങള് വിളിച്ചുകൊണ്ട് പോയി അവരുടെ ഏരിയയെ കൊണ്ട് ഞങ്ങൾ ഫിലിം ഷോ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചിട്ടുമുണ്ട്. അവർ ഞങ്ങൾക്ക് വെട്ടമടിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഡീസലിന്റെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ നല്ലപോലെ തന്നവരുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സാഹചര്യങ്ങളുള്ള ആ സമയങ്ങളൊക്കെ കർത്താവിന്റെ കയ്യിൽ ഇത്രമാത്രം ജനം കൂടുകയും ജനം ദൈവത്തെ കർത്താവിനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. അതായത് നമ്മളെല്ലാം മറന്ന് രായും പകലും ആ ശുശ്രൂഷ നിൽക്കുവാൻ ദൈവടയാക്കി. ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ നിന്റെ വചനം എത്താത്ത സ്ഥലത്ത് തന്നെ അയക്കണമേ, എനിക്ക് പൂർണ്ണമായും നിന്റെ വേല ചെയ്യാനുള്ള അവസരം തരണം നടത്തി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവം ഞാൻ എത്രമാത്രം ചിന്തിച്ചു അതിലുപരിയായി കർത്താവിന്റെ വചനം പറയുവാനുള്ള ഭാഗ്യം നൽകി. ഇന്ന് ഛത്തീസ്ഗഡിലൊക്കെ ആണെങ്കിൽ അന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പ്രവർത്തനം പോലും ഇല്ല, ഒരു വിശ്വാസികളും ഒരു ക്രിസ്ത്യൻസ് പോലും ഇല്ല. ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും ദൈവം അനേകരെ നൽകി, അനേക ദൈവാസന്മാർ എണ്ണേറ്റ് അനേക പ്രവർത്തനങ്ങളോടെ വെളിപ്പെട്ടു വന്നു. അതുപോലെ തന്നെ ബീഹാറിന്റെ പ്രദേശത്ത് എല്ലാം കാണും. ഇന്ന് ഞാൻ സന്തോഷിക്കുകയാണ്, ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കടന്നു പോകാൻ ഒക്കത്തില്ല, എങ്കിലും ഞാൻ കർത്താവിന് നന്ദി വരാണ്. അനേകരെ എണ്ണേൽപ്പിച്ച് അവരിലൂടെ ദൈവത്തിന്റെ വേല കാണുമ്പോൾ ഹൃദയം ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാണ്. പോയതോ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചതോ സുവിശേഷം പറഞ്ഞൊന്നും വ്യർത്ഥമായിട്ടില്ല. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി ഉള്ളതെന്ന് പറഞ്ഞാല് എനിക്ക് വലിയൊരു ഭാഗ്യം കർത്താവ് നൽകി. നമ്മൾ പാട്ടുകാരൻ പാടുന്ന പോലെ ദൂതന്മാർക്ക് പോലും ദൂതറിയിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നാൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനെ എനേൽപ്പിച്ചല്ലോ. എന്നെ ലോകത്തിൽ ആർക്കും അറിയത്തില്ല, എനിക്കും ആരും അറിയത്തില്ല. എൻ്റെ നാട്ടിൽ പോയപ്പോൾ എന്നെ ആരും അറിയില്ല, കേരളത്തിലുള്ളവർക്ക് ആർക്കും എന്നെ അറിയില്ല. ഞാൻ ഇവിടം വിട്ട് വെളിയിലോട്ട് അങ്ങനെ പോകാറില്ല. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, കർത്താവ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്ഥലമാക്കി തന്നു. ഇന്ന് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് ദൈവം എനിക്ക് നൽകിയുടെ, അതൊക്കെ ഭയങ്കര അത്ഭുതമാണ് ദൈവദാസനെ. അതുപോലെ തന്നെ ചർച്ച് ഭവൻ പണിയാൻ ദൈവടയാക്കി, അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ ചർച്ച് പണിയുടെ ഇടയാക്കി. അനേക പ്രസ്ഥാനക്കാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം
എന്റെ കഴിവിനും എന്റെ ചിന്താഗതിക്ക് അപ്പുറമായി എന്റെ ദൈവം പ്രവർത്തിച്ചു. ഇന്ന് ആത്മാക്കളോട് ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അവരെ കാണുമ്പോഴാണ് ഞാൻ എപ്പോഴും അവരോട് പറയാം, എന്റെ സ്വത്തും താനും നിങ്ങളാണ്. കാര്യം അവര് സന്തോഷമായിട്ട് അവരോട് പറയാം, നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവത്തെ ആരാധിക്കുക, ദൈവ സന്തോഷം അനുഭവിക്കുന്ന കാണുന്നതാണ് എന്റെ സന്തോഷം. അതിലുപരി ലോകത്തിൽ എനിക്ക് സ്വത്തിലോ പണത്തിലോ ധനത്തിലോ ഈ ലോകത്തിൽ ഒന്നിലും എനിക്ക് സന്തോഷിക്കാൻ ഒന്നുമില്ല, നിങ്ങളാണ്. തീർച്ചയായിട്ടും ദൈവം എൻ്റെ ആ ആഗ്രഹങ്ങളെയൊക്കെ സഫലമാക്കി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവേ, ഞാൻ പ്രവർത്തിക്കുന്ന ഒരു 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 എന്റെ സമയം മാത്രം കൊണ്ട് തീരുന്ന ഒരു പ്രവർത്തനമായി മാറരുത്. കാര്യം ഈ പ്രവർത്തനം ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ഇത് അനേക തലമുറകൾ എന്നേൽക്കണം, ഇത് എന്നേക്ക് നിലനിൽക്കുന്ന ഒരു കാര്യമായി മാറണം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് കർത്താവെ, ചർച്ച് ഭവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ചർച്ച് പണിത് ആരാധന തുടങ്ങി കഴിഞ്ഞപ്പം ഗ്രാമവാസികൾ ഭയങ്കര എതിരായി. അതുപോലെ ഞങ്ങളുടെ വിശ്വാസികളെ മൊത്തം ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഔട്ടാക്കി, വെളിയിലാക്കി. അവരുടെ കല്യാണത്തിന് കൂടാനോ അവരുടെ വീട്ടിലൊരു പ്രോഗ്രാം ചെയ്ത് വരികയോ അതുപോലെ തന്നെ അവർക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാനോ ഒന്നും പറ്റാതെയായി. ഇപ്പൊ 2 വർഷമായിട്ട് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് കൃഷി ചെയ്യാനോ ഒന്നും അവർക്ക് അനുവാദമില്ല. പക്ഷെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് കർത്താവില്. അവർ പറയുന്നത്, എനിക്ക് ആങ്കോറിന്റെ ആവശ്യമൊന്നുമില്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി എല്ലാം തക്ക സമയത്ത് തരും. അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലൂടെ ദൈവം നടത്തുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത്. എനിക്ക് ദൈവം എന്ത് വിശ്വാസം തന്നോ, ഏത് കാഴ്ചപ്പാടി ദൈവം എന്നെ നിർത്തിയോ, ഞാൻ ദൈവത്തോട് പറയാതെ അതുപോലെ തന്നെ ഒരു തലമുറയെ ഒരു കൂട്ടത്തെ ദൈവമേ ഇവിടെ നിലനിൽപ്പിക്കണം. പ്രത്യേകിച്ച് ജാരക്കനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മദ്യമാണ്. 10 രൂപയ്ക്ക് വരെ മനുഷ്യന് മദ്യത്തിൽ പൂസാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവന് മദ്യലഹരി ആകാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വലിയ വിഷയം ഭയങ്കര അന്ധവിശ്വാസമാണ്. ഇവിടെ എല്ലാം അന്ധവിശ്വാസമാണ്. ഇപ്പോഴേ പിന്നെയും രോഗികളായി കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുവന്നത്. നേരത്തെ രോഗിയായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോകത്തില്ല, മന്ത്രവാദിയുടെ അടുത്തേ കൊണ്ടുപോകത്തുള്ളായിരുന്നു. അങ്ങനെ ആൾക്കാർ ഇഷ്ടംപോലെ മരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ വിഷയമാണ് മോറലായിട്ട്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇവിടെ ഫ്രീ ആണ് ആൾക്കാര് എല്ലാവരും. ഒരു സ്ഥലത്ത് താമസിക്കുന്ന ബാക്കി സ്ഥലം നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയാണല്ലോ. അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അവർ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എത്രയോ ഞങ്ങളിനെ നേരെ കുടുംബത്തെ പണിയുവാൻ ദൈവടയാക്കി തീർത്ത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞ് കല്യാണം കഴിച്ച് പിള്ളേരും കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞു ചിലപ്പോൾ ഭാര്യ ഇട്ടിട്ട് പോകുന്നു, ഭർത്താവ് ഇട്ടിട്ട് പോകുന്നു. അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. ഞങ്ങളുടെ ചർച്ചിലൊക്കെ പല വിഷയമുള്ളവർ കടന്നു വന്ന് എന്നാൽ ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് അവരെയൊക്കെയും ദൈവസ്നേഹത്തിൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. എന്നെ ഇവിടെ ആരും പാസ്റ്റർ എന്ന് വിളിക്കാറില്ല. എന്നെ എല്ലാവരും ബയ്യ എന്ന് വിളിക്കുന്നത്. ഹിന്ദിയിൽ ബയ്യ എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നുള്ള ഒരു ഉച്ചാരണമാണല്ലോ. എന്നിട്ട് ചിലരൊക്കെ ഇവിടെ വരും എന്നോട് പറയും, മലയാളികളൊക്കെ വരും പറയും, പാസ്റ്ററെ അങ്ങനെ ചേട്ടാന്ന് അങ്ങനെ വിളിപ്പിക്കരുത്, പാസ്റ്റർ തന്നെ വിളിപ്പിക്കണം എന്ന് പറയും. ഞാൻ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം അവരെന്നെ ബയ്യാന്ന് വിളിക്കുന്നത് തന്നെയാണ്. കാര്യം അവരുടെ വീട്ടിൽ അംഗം പോലെ എന്നെ കണ്ടാൽ മതി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അങ്ങനെ വളരെ സ്നേഹ സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാനും കർത്താവിനെ വേല ചെയ്യുവാനും കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. വിശ്വാസികൾ അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അസുഖം കൂടി കഴിഞ്ഞപ്പം പാവങ്ങളാണെങ്കിലും അവരെല്ലാരും കൂടെ പിരിച്ച് എനിക്ക് 20,000 രൂപയോളം എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് തന്നു. 20,000 രൂപ. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ. അതുപോലെ തന്നെ ഈ പ്രാവശ്യം എനിക്ക് സുഖം പറഞ്ഞപ്പോൾ അവർ തന്നെ തീരുമാനിച്ച് ഒരു ഗ്രൂപ്പായിട്ട് രാത്രി വന്നിരുന്ന് എനിക്ക് വേണ്ടി ചർച്ചയിൽ വന്ന് 3 ദിവസം രാത്രി ഒന്ന് പ്രാർത്ഥിക്കാനിടയിൽ തീർന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വെളിയിൽ കിട്ടാത്തൊരു സന്തോഷം, ഒരാനന്ദം നമ്മുടെ കൂട്ടായ്മ കിട്ടുന്നതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ നിലനിൽപ്പ്. ചർച്ചിൻ്റെ അകത്ത് സന്തോഷം സമാധാനം നല്ലൊരു കൂട്ടായ്മ ലഭിക്കുന്നില്ലെങ്കിൽ അവന് ചർച്ചിൽ വന്നിട്ട് അവനൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഒരു വ്യക്തി, അതുപോലെ ചർച്ചിലാണേലും ആരുടെയും എന്തെങ്കിലും വിഷയങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കണം. ഒരു കല്യാണമാണേലും കൊള്ളാം, ഒരു മരിച്ചടക്കാണേലും കൊള്ളാം, എന്ത് കാര്യത്തിനും നമ്മൾ ഒന്ന് ചിന്തിക്കണം, ഒരുമിച്ച് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. സാമ്പത്തികമായി സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം, ശാരീരികമായി സഹായിക്കാൻ പറ്റുന്ന ശാരീരികമായി സഹായിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചർച്ചിന്റെ ഒരു അന്തരീക്ഷത്തെ ദൈവം നല്ല രീതിയിൽ മാറ്റി നല്ലൊരു അനുഭവത്തിലൂടെ മുന്നേറുന്നു. പക്ഷെ ഇവിടെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കൽ സഹോദരന്മാരൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും നമുക്കെതിരായിട്ടൊക്കെ നിൽക്കാറുണ്ട്. കാര്യം അതിന്റെ വേറെ സൈഡാണ്. കാര്യം അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരിടയ്ക്ക് വരികയും കയറുകയും നമ്മൾ മുണ്ടയാണ്, നമ്മൾ ഇവിടുത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ അവരുടെ വശത്തേക്ക് ആക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അവരുടെ മധ്യത്തിൽ ഞാൻ എങ്ങനെ അവരുടെ വീട്ടിലെ അംഗം പോലെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് എല്ലാവരും കൂടുതലായി സഹകരിക്കുന്നു. മോന്റെ പഠനം കഴിഞ്ഞ് ഇപ്പൊ അവനെ ബാംഗ്ലൂരിലോട്ടോ അല്ലെങ്കിൽ 3 മാസത്തെ അവന് ട്രെയിനിങ് ഉണ്ട്, അതിന് ഹൈദരാബാദിലോട്ടൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം ക്രമീകരണം ഉണ്ടാകണം. ഞാൻ അവരോടെല്ലാം പറയുന്നത് ഏതെല്ലാം നിലകളിലായിരുന്നാലും കർത്താവിന് മുൻതൂക്കം കൊടുക്കണമെന്നാണ്. തീർച്ചയായിട്ടും വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചാല് ഞങ്ങളുടെ ഇളയ കുഞ്ഞിന് വേണ്ടി പ്രത്യേകിച്ച് അവന് ശരീരമായിട്ട് ഒത്തിരി ക്ഷീണതയിലാണ്.
ഇപ്പോഴത്തെ 3 ദിവസമായിട്ട്, ഒരാഴ്ച 2 ആഴ്ചയായിട്ട് അവന് സംസാരിക്കാനൊന്നും മേലായിരുന്നു. ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞങ്ങൾ ഓർത്ത് രക്ഷപ്പെടത്തില്ലെന്ന് ഓർത്ത്. ദൈവം എത്രത്തോളം പരിപാലിച്ച്. രാത്രിയിലൊക്കെ ഞങ്ങൾക്ക് അവനെ നോക്കേണ്ട, ചികിത്സിക്കുന്നത്. ഞാനും സുഖമില്ലായിരുന്നു, മിസ്സസും സുഖമില്ലായിരുന്നു. 2 ആഴ്ച വളരെ ഭയങ്കര കഷ്ടമേറിയ സമയത്തോടെയാണ് കടന്നുപോയത്. എന്നാലും ദൈവത്തിന്റെ കരം ഞങ്ങളെ താങ്ങി. എനിക്ക് ഇപ്പോഴും ഒരു ആശ്വാസം എന്നെ ഗേൽ വെച്ച് ദൈവം സംസാരിച്ച വിഷയമാണ്. നീ എനിക്ക് വേണ്ടി ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനം നൽകി, നീ എനിക്ക് വേണ്ടി എന്ത് തരൂ എന്നുള്ള ആ ചോദ്യമാണ് എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാല് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ദൈവം ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. പ്രാർത്ഥിക്കാം. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ദിവാസ്ലിമാ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സമയത്തിനായി ഞങ്ങൾ ഇന്ന് സ്തുതിക്കുന്ന കർത്താവേ. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതിയാതെ വണ്ണം നിന്റെ വിശ്വസ്തത വലുതാണ് കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ TV-യിൽ എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഒരുക്കിയല്ലോ. പ്രിയ ദേവാസനം കുടുംബത്തിനും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. പറഞ്ഞ ഒരു കാര്യങ്ങളും അടിയൻ വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവസ്നേഹവും ദൈവരോടുള്ള ഒരു ബന്ധം ഉണ്ടാകുവാൻ ഇടയാക്കി തീർക്കണമേ. ഓരോ ശബ്ദവും ഓരോ ഹൃദയങ്ങളെ ദൈവത്തോടുള്ള അടുപ്പിക്കുന്നതായി മാറട്ടെ കർത്താവെ. വീണ്ടും മുന്നോട്ട് എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഞങ്ങളോട് ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ കരം മുന്നോട്ട് നടത്തുവാൻ ശക്തനാണപ്പാ. അങ്ങേപോലെ ഭൂമിയിൽ ആരുമില്ല. ഞങ്ങൾ ചിന്തിക്കുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഉപരിയായി ഞങ്ങളെ നടത്തുന്നതിന് വിശ്വസത ഓർക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഒരു പ്രാവശ്യം അതിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അവർക്കൊരു അനുഗ്രഹം മാറട്ടെ കർത്താവേ. പ്രാർത്ഥന യാചനം കേൾക്കുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവനർപ്പിച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ പേരിൽ പ്രത്യേകമായി നമ്മുടെ ഒപ്പം കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ജോർജ് കുട്ടി പാസ്റ്റർ മേൽ, തന്റെ കുടുംബത്തിന്മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഇത്രയും സമയങ്ങൾ വേർതിരിച്ച് നൽകി ഒരു പ്രാവശ്യം നന്ദി പറയുക. പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നത് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു.